غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. الصلاة والسلام عليك يا رسول الله، صلاة والسلام عليك يا حبيب الله، صلاة والسلام عليك يا رحمة للعالمين. خذ بيدي يا رسول الله، قلت حيلتي يا رسول الله فأدركني يا رسول الله. صلاة والسلام عليك يا إمام المتقين. خذ بيدي قلت حيلتي فأدركني يا رسول الله. صلاة والسلام عليك يا شفيع المذنبين. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا حبيب الله. صلاة والسلام عليك يا جد الحسن حسين. خذ بيدي يا رسول الله، قلت حيلتي يا رسول الله أدركني يا رسول الله يا حبيب الله يا رسول الله يا رحمة للعالمين يا رسول الله يا شفيع المذنبين يا حبيب الله يا رسول الله. عليكم يا عباد الله، السلام عليكم يا عباد الله، السلام عليكم يا عباد الله. തോബയുടെ വ്യാഖ്യാനത്തിലേക്ക് റബ്ബിൻ്റെ സഹായത്താൽ നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് ഓടുകൂടെ. ഈ വ്യാഖ്യാനം ശനിയാഴ്ചയും പറയും, ഞായറാഴ്ച നമ്മൾ തൗബ ചെയ്യും. ഇൻഷാ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മളെ പരിപാടിയുടെ സമാപനവും എല്ലാം ഞായറാഴ്ച. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മജ്ലിസിൽ വെച്ച് ഇതിൻ്റെ പൂർത്തീകരണം മജ്ലിസിൽ വെച്ച് ഞായറാഴ്ച രാവിലെ നടക്കും. അടുത്ത ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച 29ാമത്തെ നോമ്പിന് മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഹാജരാവുന്ന ആളുകൾക്കൊക്കെ നമ്മളൊരു ബർക്കത്തിനൊരു നോമ്പറക്കാനുള്ള എന്തെങ്കിലും ബർക്കത്തിന് അവർക്ക് വീട്ടിൽ ബർക്കത്തിന് കൊണ്ടുപോകാനുള്ള ഒന്ന് കൊണ്ടുപോകും. ചില പ്രത്യേകമായ അമലുകളൊന്ന് ചെയ്യും. അതിന് മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് അവിടുന്ന് വെള്ളം വെച്ച് അതിൻ്റെ തബറുക്കുമൊക്കെ എടുക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഈ ഞായറാഴ്ച അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു മാസമായി നിലനിൽക്കുന്ന ക്ലാസ് വരുന്ന ഞായറാഴ്ച അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അവസാന പാർട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊന്നല്ല, ഇനിയും അടുത്ത കൊല്ലം പറയാം. റമദാനുൽ മുഹമ്മദിയ എന്ന് പറഞ്ഞ വല്ലാത്തൊരു വിഷയമാണ്. അതിൻ്റെ ചില വാതിലുകൾ മാത്രം തുറക്കുകയാണ് ചെയ്തത്. നിന്റെ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പ് എന്നത് നോമ്പ് കാലം എന്നത് ദുആഇൻ്റെ കാലമാണ് എന്നത് ഞാൻ പലതവണ നിങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. അൽ ബഖറ 153, 154, 155, 157 ആയത്തുകൾ നോമ്പിനും നോമ്പിൻ്റെ റുഖസുകളും നോമ്പുമായി ബന്ധപ്പെട്ട അമാലിൻ്റെ രീതികളും ഹുക്കുമുകളും ആണ് പറഞ്ഞതെങ്കിൽ അതിനിടയിൽ ഒരു 186ാമത്തെ ആയത്ത് കിടക്കുന്നത് ദുആഇൻ്റെ ആയത്താണ്. അപ്പോൾ ഷഹ്റു സൗം എന്ന് മാത്രമല്ല നോമ്പിനെ പറയേണ്ടത്, യഥാർത്ഥത്തിൽ അത് ഷഹ്റു ദുആയാണ്. ആ ദുആക്കുള്ള ഒരു വസീലത്താണ്. ഏതൊരു ദുആക്കും അതിനിടയിലും ഒരു അമല് കൊണ്ട് ആ ദുആയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് അദ്ആലിൽ ഇജാബ, ഉത്തരത്തിന് ഏറ്റവും സാധ്യതയുണ്ട്. നിസ്കാരത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ദുആ ചെയ്യും. നിസ്കാരം കഴിഞ്ഞാലും ദുആ ചെയ്യും. ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യണം. എന്തിൽ ദുആ ചെയ്യും? നിസ്കാരത്തിൻ്റെ അവസാന ഭാഗത്ത് ദുആ ചെയ്യും. എന്തുകൊണ്ടാണ് നിസ്കാരത്തെ മുൻനിർത്തി അള്ളാഹിനോട് പറയുക? പിന്നെ നിസ്കാരം കഴിഞ്ഞാലും ദുആ ചെയ്യും. ഒരു അമല് വെച്ചിട്ട് ദുആ ചെയ്താൽ വലിയ. അപ്പം എന്താ ലക്ഷ്യം ദുആയാണ്. ആരാധനയുടെ മർമ്മം ദുആയാണെന്ന് പല ഹദീസുകൾ പലതവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. കയറിയിരിക്കും ദൂരെയിരിക്കും.
പക്ഷെ ആ ദുആയുടെ മർമ്മം എന്താണ്? ഏത് ആരാധനയുടെയും മർമ്മം ദുആയാണ്. ദുആയുടെ മർമ്മം, ദുആയുടെ മർമ്മം അന്നബിയുൽ മുസ്തഫ അതിവിടെ തുറന്ന് പറഞ്ഞു. ഇപ്പൊ ദുആയിലെ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു തആല തൗബയുടെ ഹദീസ് ദുആയിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കണം. തൗബയുടെ ആയത്ത് ഞാനത് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. തൗബയുടെ ആയത്തിലും ഞാൻ നബിയെ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. നബിയാണ് മർമ്മം എന്ന് മനസ്സിലാക്കാനാണ് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. അമൽ വേണ്ടെന്നൊന്നുമല്ല, പക്ഷെ അമലിൽ നിങ്ങൾ നബിയെ മുന്നിൽ വെക്കണം. നമ്മളൊക്കെ ദുആയുടെ ആയത്ത് അൽ-ബഖറ 183 യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. 184 ആയത്ത് അയ്യാമ മഅദൂദാത്ത് നോമ്പിൻ്റെ ഹുക്മുകൾ പറയാണ്. 183 എന്താ പറയുക, നോമ്പ് നിർബന്ധമായത് യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം. 184 അയ്യാമ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ. 185 ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. 186 6 ശ്രദ്ധിക്കണം കേട്ടോ. വഇദാ സഅലക ഇബാദി, നബി അങ്ങയോട് എൻ്റെ അടിമകൾ അന്വേഷിച്ചാൽ, അന്നി എന്നെക്കുറിച്ച്, എന്നെ എവിടെ കിട്ടും, എൻ്റെ മോക്ഷം എവിടെ കിട്ടും എന്ന് എൻ്റെ ദാസന്മാർ അങ്ങ് വഴി വന്നാൽ ഫഇന്നി ഖരീബുൻ, ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ അടിമയിലേക്ക് ഉടമയെ അടുപ്പിക്കലാണല്ലോ ദുആ. മനസ്സിലായില്ല? അടിമ ഉടമയിലേക്ക് അടുക്കാൻ അവസരമുണ്ടാക്കലാണല്ലോ ദുആ. അങ്ങനെ പറയാലോ. അള്ളാഹു നിന്റെ സ്വന്തമാകലല്ലേ ദുആ? നീ അള്ളാഹുവിന്റെ സ്വന്തമാകലുമല്ലേ ദുആ? അതല്ലേ ദുആന്റെ ലാസ്റ്റ്. ഒരു നിരീശ്വരവാദിക്കും ഒരു ദൈവവിശ്വാസിക്കും ഒരു വ്യത്യാസം എന്താ? നിരീശ്വരവാദിക്ക് കാര്യം നടന്നു കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പ്രാർത്ഥിക്കൂല. ഈശ്വര വിശ്വാസി ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും എന്ത് ചെയ്യും? ദൈവത്തോടവൻ പ്രാർത്ഥിക്കും. അപ്പോൾ അവൻ അവിടെ ആരെ മുന്നിൽ വെക്കും? ദൈവത്തെ മുന്നിൽ വെക്കും. അപ്പോൾ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ അത് നടക്കില്ല. അതിനൊരു പ്രത്യേകമായ കാരണം ഉണ്ടാവും, നടക്കൂല. ചില കാര്യങ്ങൾ എല്ലാം കൂടെ നടക്കൂല. നടക്കാതിരിക്കാനും കാരണം എന്താ? അതിനൊരു ഗുണം ഉണ്ടാവും. നടന്നിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ സന്തോഷിക്കും. എന്തുകൊണ്ട്? അതിൽ എനിക്ക് കിട്ടാതിരിക്കലായിരിക്കും ഖൈറ്. കാരണം അങ്ങനെ കരഞ്ഞാൽ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, കിട്ടിയില്ല, ചിലപ്പോൾ അത് ഖൈറായിരിക്കും. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന് വേറൊരു ഖൈർ കിട്ടുമ്പോൾ അവനത് പറയും ചെയ്യും, എനിക്കതായിരുന്നു ഒന്നുകൂടി നല്ലത്, മറ്റേ ഏർപ്പെട്ടാൽ ഇതിൽ കിട്ടൂലായിരുന്നു. മനസ്സിലോട് പറഞ്ഞ അങ്ങനെ അതാണ് സത്യവും. നിങ്ങളുടെ ശരീരത്തിൻ്റെ നേട്ടം, നിങ്ങളുടെ കോട്ടം, ഇതാണല്ലോ നിങ്ങളുടെ പ്രശ്നം അല്ലേ? നിങ്ങൾക്ക് 2 പ്രശ്നമല്ലേ ഉള്ളൂ. ഒന്ന് നിങ്ങളുടെ നേട്ടം, അത് നേടൽ. 2 നിങ്ങളുടെ കോട്ടം ഇല്ലാതാകൽ. ഫിദ്ദുനിയ വൽ ആഖിറ. നിങ്ങൾക്ക് 2 കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് 2 കാര്യമല്ലേ ഉള്ളൂ. ഒന്നിരിക്കൽ നിങ്ങളുടെ നേട്ടത്തെ കിട്ടണം. നിങ്ങൾക്ക് 2 കാര്യമല്ലേ ഉള്ളൂ. ഒന്ന്, നിങ്ങളുടെ നേട്ടം ലഭ്യമാവുക. 2, നിങ്ങളെ കോട്ടത്തിൽ നിങ്ങൾ രക്ഷപ്പെടുക. ഇതാണല്ലോ നിങ്ങളുടെ മൊത്തം കാര്യത്തിൻ്റെയും ആകത്തുക. അത് കൊണ്ടുവരാനുള്ള വഴിയാണല്ലോ ദുആ. വിഷയത്തിലേക്ക് തിരിച്ചു വരി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മൊത്തം നമ്മുടെ ജീവിതം എന്താ? ഇപ്പം എന്തിനാ നിങ്ങളിവിടെ വന്നത്? നേട്ടത്തിന് അല്ലേ? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്?
നേട്ടത്തിന്. എന്തിനാ ഞങ്ങൾ നോമ്പ് വെച്ച്? നേട്ടത്തിന്. എന്തിനാണ് നിങ്ങൾ അത്താഴം കഴിച്ച്? നേട്ടത്തിന്. എന്തിനാണ് നോമ്പ് തുറന്നത്? നേട്ടത്തിന്. എന്തിനാണ് നിങ്ങളൊരു രോഗിയെ കാണാൻ പോയത്? നേട്ടത്തിന്. എന്തിനാണ് നിങ്ങൾ കച്ചവടം ചെയ്ത്? നേട്ടത്തിന്. നിങ്ങളെന്തിനാ ഭാര്യയുടെ റൂമിൽ കയറി വാതിലടച്ച്? നേട്ടത്തിന്. ഇവിടെ നേട്ടം സമ്മിശ്രമാവുന്നുണ്ട്. ഒന്ന് ദുന്യവി നേട്ടം, ഒന്ന് ഉഖ്റവി നേട്ടം. എന്താണെങ്കിൽ എന്താണ് നേട്ടം? ആ നേട്ടം നമ്മളിൽ എത്തിക്കാനുള്ള വഴിയാണ് ദുആ. ആ ദുആയുടെ ആമുഖമാണ് നബി. തിരിഞ്ഞോ? മനസ്സിലാണ്. മനുഷ്യന് രണ്ട് ആകത്തുക, നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാത്തിൻ്റെ ആകത്തുക രണ്ട് കാര്യമാണ്. ഒന്ന് നമ്മുടെ നേട്ടത്തിലുള്ള കൊതി, അതിന് വേണ്ടി. ഒന്ന് നേട്ടത്തിന് വേണ്ടി. രണ്ട് കോട്ടം ഒഴിവാക്കാൻ വേണ്ടി. ആണോ അല്ലേ? ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. മനസ്സിലായില്ലേ? ആൾ ഓഫ് യുവർ ആക്ടിവിറ്റീസ് എല്ലാം. നിങ്ങൾ എന്തിനാ ഗൾഫ് പോയത്? നേട്ടത്തിന്. നിങ്ങളെന്താ കപ്പയിൽ നിങ്ങളെ ജയിലിലടക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇക്കാമയും കൊണ്ട് ചാടി പിന്നെ പിടുത്തം കൊടുത്താണ് നാട്ടിലെത്തിയത്? കോട്ടത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഒരാളെ എന്തിനാ ഞങ്ങൾ കൂട്ടിയത്? ഓൻ വലിയ ബിസിനസ്സുകാരനാണ്, ഓൻ വഴി നമുക്ക് കയറാം നേട്ടത്തിന്. പിന്നെ മനസ്സിലായി ഓൻ വലിയ കള്ളുടിയാണ്, ഓനെപ്പോൾ ഞാൻ കള്ളുടി ഓടിക്കും. അപ്പം നമ്മൾ ഓന്ന് ഒഴിവായി. എന്തിന്? കോട്ടത്തിന് ഒഴിവാക്കാൻ വേണ്ടി. ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കാൻ തോന്നി, അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചു. അതിൻ്റെ ഇടപാട് വർത്തമാനങ്ങളൊക്കെ ഞങ്ങൾ ആരംഭിച്ചു. അപ്പം എന്താ ഞങ്ങൾ ലക്ഷ്യം? നേട്ടത്തിന്. പിന്നെ അന്വേഷിച്ചു, അതൊരു വേശ്യയാണ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് മിന്നി. അപ്പം എന്താ നിങ്ങൾ രക്ഷപ്പെട്ട്? കോട്ടത്തിന് രക്ഷപ്പെടുകയാണ്. നിങ്ങൾ വണ്ടി കയറി. എന്തിന്? നിങ്ങൾക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കോഴിക്കോട് എത്തണം. എന്താ ലക്ഷ്യം? നേട്ടത്തിന്. നിങ്ങൾ കൂടിമാട് ഇറങ്ങി. അത് 120 സ്പീഡിലാണ് പോണത്. നിങ്ങൾ പെട്ടെന്ന് കൂളിമാട് ഒരാൾ ഇറങ്ങിയപ്പോൾ ചാടി നിങ്ങളും ഇറങ്ങി. നിങ്ങൾ കോഴിക്കോട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇറങ്ങി. എന്തുകൊണ്ട്? മിക്കവാറും മര്യാദയ്ക്ക് കോഴിക്കോട് എത്തൂല, കോട്ടത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ആണോ അല്ലേ? എല്ലാ തന്നെ ആൾ ഓഫ് യുവർ ആക്ടിവിറ്റീസ് രണ്ട് കാര്യത്തിലൊതുങ്ങും. ഒന്ന് നേട്ടം നേടുക, രണ്ട് കോട്ടത്തിന്. ഇത് രണ്ടിൻ്റെയും ട്രാൻസ്ഫോമറാണ് എന്ത്? ദുആ. ഇത് രണ്ടിനും ഉപയോഗിക്കാവുന്ന ഒരൊറ്റ സാധനമാണ് എന്ത്? ദുആ. രണ്ടാണ്. നേട്ടവും കോട്ടവും പരസ്പര വിരുദ്ധാണ്. അതിലൊന്ന് നിങ്ങൾക്ക് വേണം, ഒന്ന് നിങ്ങൾക്ക് വേണ്ട. അത് രണ്ടിനുള്ള കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ അത് രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു മൂന്നാമത്തെ കാര്യമാണ് ഇതിൻ്റെക്കാൾ വലിയ, അതിനെ വലിയ ഇനി ഒന്നുമില്ല. അതാണ് എന്ത്? പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ആയത്താണത്. അല്ലാഹു തആലക്ക് എന്ത് പറയാൻ മതി? ഇദാ ദഅനി യാ അയ്യുഹല്ലദീന ആമനൂ, ഇദാ ദഅനി, മനസ്സിലായില്ലേ? ഇദാ ദഅൂനി ഫസ്തജിബ് ലഹും, ഇങ്ങനെ പറഞ്ഞാൽ പറയുന്നു. അവരെന്നോട് ദ്വാരക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഖരീബുൻ, ഞാൻ അടുത്താണെന്ന് പറഞ്ഞോടായിരുന്നു. ആയത്ത് തുടങ്ങുന്നത് വഇദാ സഅലക, അങ്ങയോട് അന്വേഷിച്ചാൽ, ഇബാദി എൻ്റെ ദാസന്മാർ, അന്നി എന്നെക്കുറിച്ച്, ഫഇന്നി ഖരീബുൻ, അപ്പോൾ ഞാൻ ഏറ്റവും അടുത്തുണ്ടാവും. അപ്പോൾ അവരാര് വഴി വരണം? താങ്കൾ വഴി അവർ വന്ന് എന്നെ തേടിയാൽ വളരെ പെട്ടെന്ന് കിട്ടും. ഉജീബു, അപ്പോൾ ഞാൻ ഉത്തരം കൊടുക്കുകയും ചെയ്യും. ദഅവത്ത് ദാഇ, ഏത് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്കും. പക്ഷെ അവർ അങ്ങയോട് വരണം. പ്രാർത്ഥനക്ക് നേരെ തന്നെ വാതിലുണ്ടെങ്കിൽ ഈ വാക്ക് ഇവിടെ എന്തിനു പറഞ്ഞു? വഇദാ സഅലക, അങ്ങയോട് അന്വേഷിച്ചു വന്നാൽ. നമ്മൾ ഒരു ദുആന്റെ തുടക്കത്തിൽ അൽഹംദ് പറഞ്ഞു, പിന്നെ നമ്മൾ സ്വലാത്തില്ലേ. അപ്പം നമ്മൾ ഈ പഞ്ചിങ് നടത്തി. ആരുടെ ഓഫീസിൽ? നബിയുടെ ഓഫീസിൽ. പിന്നെ പറയണത് അപ്പം ഞാൻ നിങ്ങളെ ദ്വാരക്കനുണ്ട് കേട്ടോ എന്ന് ആദ്യം ആരറിയിച്ചു? നബി അറിയിച്ചു. പിന്നെ ദ്വാരക്കണത് ഇല്ലെങ്കിലോ മൗഖൂഫും ബൈനസ്സമായി വല്ലർദി, അത് ആകാശത്തിൻ്റെ ഭൂമിൻ്റെ ഇടയിൽ നിൽക്കും, പോല.
നബിൻ്റെ ഓഫീസിൽ വിവരം കൊടുക്കണം, ഞാൻ അങ്ങനെ ദ്വാരക്കുന്നുണ്ട്. അത് നബിയിലേക്ക് എത്താൻ വേണ്ടി ഒരു മലക്കനുണ്ട്. ആ മലക്കിൻ്റെ പേരാണ് സൽസായിൽ. മനസ്സിലായില്ലേ? സ്വലാത്ത് നബിയിലേക്ക് എത്തിക്കാനുള്ള മലക്കാണ് ആര്? സൽസായിൽ. നമ്മൾ ദ്വായിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് ഇൻഫർമേഷൻ കൊടുക്കും. സൽസായിൽ ഞാനോൻ ദ്വാരക്കാനും കണ്ട് നബി മാമിൻകും മിൻ അഹദിൻ യുസല്ലി വയുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു റൂഹി. ആരെങ്കിലും എനിക്ക് സ്വലാത്തു വസ്സലാമ പറയുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ റൂഹ് എനിക്ക് തിരിച്ചു വരും, ഞാൻ അവർക്ക് മറുപടി പറയും. മനസ്സിലാണ്ട് പറഞ്ഞത് ചിന്തിക്ക്. നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇപ്പം നമ്മൾ സ്വലാത്തും സലാമും പറഞ്ഞു. ആർക്ക്? അപ്പോൾ ഇൻഫർമേഷൻ കൊടുത്തു. നിങ്ങൾ എവിടുന്ന് സ്വലാത്തും സലാം പറയുകയാണെങ്കിലും എനിക്ക് അല്ലാഹു തആല വിവരം കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നബിയുടെ ഓഫീസിൽ വിവരം കൊടുത്തു. ഞാൻ എന്തിനു ഒരുങ്ങാണ്? ദ്വാരക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നബി വഴിയാണ് ദ്വാരക്കണത്. അടുത്ത ഇനി ദ്വാരന്നോ, എന്ത് ദ്വാരന്നോ, ഏത് കയർ ദ്വാരന്നാലും ഉത്തരം കിട്ടും. അല്ലെങ്കിൽ ഉത്തരം കിട്ടിയില്ലെങ്കിലും അള്ളാഹിൻ്റെ ഓഫീസിൽ അതെത്തും, ആവശ്യമുള്ള സമയത്ത് കിട്ടും. അപ്പം എന്തെങ്കിലുണ്ടാവും, സംഗതി പെൻഡിങ്ങില്ല. ഇപ്പം എന്താ കിട്ടാത്തത്? കിട്ടാതിരിക്കാൻ കാരണമുണ്ട്. രാവിലെ നോമ്പ് വെച്ച ഒരു കുട്ടി ബാപ്പാൻ്റെ കുപ്പ നോമ്പ് വെച്ചു. ഞാൻ നോമ്പ് വിൽക്കാണ്. വേറെ ബാപ്പാൻ്റെ കുട്ടി നോമ്പ് വെച്ചു. ഒരു 8 വയസ്സായ കുട്ടി നോമ്പ് വെച്ചു. രാവിലെ ഇപ്പോൾ 10 മണിയാകാനായി, 9-10 മണിയാകാനായി. കുട്ടി വെള്ളം ചോദിച്ച് കാര്യമാണ്. നമ്മൾ കൊടുക്കൂല. എന്താ കൊടുക്കാത്തത്? ആ കുട്ടിക്കൊരു മസ്ലഹത്തുണ്ട് കൊടുക്കാതിരിക്കുന്നതിൽ. കുട്ടിയോട് കരുണല്ല. കുട്ടിക്കത് മനസ്സിലാവൂല. കുട്ടി നമ്മൾ നീട്ടി കൊണ്ടുപോയിട്ട് ഞാൻ ഉച്ചൻ്റെ ശേഷം കുടിക്കാം മോനേന്ന് പറയും. ഉച്ച ആയില്ലേ, ഇപ്പോൾ 10 മണിയിലെ ഇപ്പം ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞാൽ പോലെയാണ്. 12 മണിയായ കുട്ടിയോട് നമ്മൾ എന്ത് പറയും? ഏതൊരു ഉച്ചയാവില്ല മോനെ, ഇനിയിപ്പോൾ കുറഞ്ഞ നേരം കഴിഞ്ഞാൽ നമുക്കൊന്ന് തോട്ടത്തിൽ പോയി വരിക. നമുക്ക് അങ്ങാടി കൂടി ഒന്ന് കയറി, നമുക്ക് എ സി ഇട്ട് വണ്ടിയിൽ നമുക്ക് അങ്ങാടി കൂടി പോയി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാം വൈകുന്നേരം നോമ്പ് തുറക്കാൻ. അപ്പോൾ കുട്ടീനെ കൊണ്ട് നമ്മൾ വണ്ടിയിലിരുത്തി, നമ്മൾ എ സി ഇട്ട് എ സിയിൽ കിടന്നു ലേശം നേരം ഉറങ്ങി, നമ്മൾ സാധനം വാങ്ങി. പിന്നെ അവനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലെത്തിയപ്പോൾ അവനെ വിളിച്ചുകൊടുത്തി എന്തൊക്കെയാണ് ഇപ്പം കുട്ടിക്ക് നോമ്പ് തുറക്കുമ്പോൾ വേണ്ടത്. എന്നിട്ട് അവന് വേണ്ട സാധനം മിഠായും അതും ഇതും എല്ലാം വാങ്ങി. പിന്നെ അവനോട് എന്നെ പിന്നെ അവൻ ഇങ്ങോട്ട് പറയില്ല, എന്ത് കയറ്റി കൊണ്ടുപോയിട്ട് നോമ്പണോ, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അതിലാണ് അവന് മസ്ലഹത്തുള്ളത്. ഇന്നത്തെ പരിശീലനമാണ്. അതേസമയത്ത് ഇവന് 9 മണിക്ക് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? വെള്ളം വേണം പച്ചയെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വാങ്ങിക്കൊടുത്തില്ല. അതെ, അപ്പം കൊടുക്കാതിരിക്കുന്നതിൽ ഒരു മസ്ലഹത്തുണ്ട് എന്നതുപോലെ. അള്ളാന്റെ ഹദറത്തിലെത്തി നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഈ കുട്ടിൻ്റെ ബുദ്ധി നമുക്കുണ്ടോ? അള്ളാന്റെ ഹദറത്തിലേക്ക് എത്തിച്ചാൽ അവർക്ക് അത് വേണം ഇത് വേണം, മറ്റേ എനിക്ക് ഗൾഫ് പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഗൾഫ് പോയാൽ തല വെട്ടാതെ അവനോട് പോരൂല. ഗൾഫിലെത്തിനോട് പിന്നെ തല വെട്ടലേക്കും. ആജാതി കുരുത്തക്കടവും കടിയുണ്ടാവും. മനസ്സിലായ? പിന്നെ നല്ലതും പോകാതിരിക്കലാണ്. ഒന്നല്ലെങ്കിൽ അറബിൻ്റെ മകൻ വെടിയെ ചൊല്ലലായിരിക്കും. ഇപ്പോൾ വെടിയെ ചൊല്ലൊന്നും അറബികൾക്കൊരു പ്രശ്നമല്ല ഇപ്പോൾ പ്രത്യേകിച്ചും. അപ്പം മനസ്സിലായില്ല, അള്ളാഹിൻ്റെ ഖദറിലും കുറച്ചാലും കൂടി ജീവിക്കേണ്ടതുണ്ട്. അപ്പം എനിക്ക് ഗൾഫ് പോണേറുണ്ട്, അള്ളാഹ് സമ്മതിച്ചില്ല, വേണ്ട. കുറിച്ചം കേട്ട മകനാണ് ആ അറബിൻ്റെ മകൻ, എന്നെ കൊല്ലും. ഇവിടെ തൽക്കാലം പീടിയ കച്ചവടത്തിൽ കൂടി. ആ പീടിയ കച്ചവടത്തിൽ കൂടിയപ്പോൾ നമുക്ക് എത്ര റായത്ത് കിട്ടിയില്ല. പിന്നെ പാർട്ട്ണർമാരൊക്കെ കൊണ്ട് ഒഴിഞ്ഞുപോയി. കാരണം കച്ചവടമില്ല എന്ന് കണ്ടപ്പോൾ അവർക്കൊക്കെ ചെറിയ ചെറിയ പൈസയും കൊടുത്ത് സമ്മതിച്ച് ഒരു പോയി. പിന്നെ കച്ചവടം കൂടി. പിന്നെ ആ നാട്ടിലെ ഏറ്റവും നല്ല കച്ചവടക്കാരൻ ആയി. ഇത് തേടിയത് കിട്ടിയില്ല, തേടാത്ത കിട്ടി. എന്തേന്ന് എൻ്റെ മസ്ലഹത്ത് അറിയുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. അത് കാരണം എൻ്റെ ഭാര്യ നാശമായില്ല, എൻ്റെ കുട്ടികൾ നാശമായില്ല. ഗൾഫ് പോവുകയാണെങ്കിൽ എന്താണ് എൻ്റെ പെണ്ണുങ്ങൾ നാശമാകുമായിരുന്നു. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. ഓരോന്നും ആലോചിച്ചാളി, ഓരോന്നും
ഗൾഫ് പോണേ റബ്ബേ, എൻ്റെ ഭാര്യ ആശാകരി നല്ലതൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഗൾഫ് പോകാൻ സൗകര്യം ഉണ്ടായില്ല. ഇവക്കാണെങ്കിൽ ആണില്ലാതെ ജീവിക്കാൻ കഴിയത്തോളാണ് സങ്കല്പിക്കുക. വിജ് പോയില്ലെങ്കിൽ പോയാൽ പിന്നെ അടുത്ത ആൾ പിടിക്കും. ഇതിന് ഒഴിവാക്കാനും പറ്റില്ല, 1-2 കുട്ടികളുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൾഫ് പോയി ദുആ ഇറക്കുന്നിട്ട് ഗൾഫ് തന്നില്ല, ഇവിടെ പീടിയാണ് ഉഷാറാക്കി തന്നു. അപ്പം മനസ്സിലാവേണ്ട പറഞ്ഞത്, ചില ദുആക്ക് ഉത്തരം കിട്ടൂല, കാരണം കിട്ടാതിരിക്കലായിരിക്കും മനസ്സിലാകത്ത്. പക്ഷെ എന്താണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം എവിടെ കിടക്കുന്നത്? നബിയാണ്. അങ്ങയിലൂടെ എൻ്റെ ദാസന്മാർ വരണം, ഇതാണ് ദുആ. മനസ്സിലാണ്ട് പറഞ്ഞത്, അതാണ് ദുആ. അത് ദുആക്ക് അങ്ങനെ വേണം. പിന്നെ സന്നിഗ്ധ ഘട്ടത്തിൽ സ്പെഷ്യൽ ഓർഡറാണ്, അതിനിതൊന്നുമില്ല. നമ്മളൊരു ഹിന്ദുവിനെ അടിച്ചു, ഉപദ്രവിച്ചു, അവൻ ദൈവേ നടന്നു, അപ്പം എൻ്റെ മേൽ അല്ലാഹു തആല ശിക്ഷ വിധിക്കും. എന്തേ? ഓനെ അംദു സ്വലാത്തിൻ്റെ ആവശ്യമില്ല, അത് സന്നിഗ്ധ ഘട്ടമാണ്. അത് ചിലപ്പോൾ സന്നിഗ്ധ ഘട്ടത്തിൽ ആരാണെങ്കിലും, ഒരു തമ്മാടിയാണെങ്കിലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ദുആ സ്വീകരിക്കും. അതെന്തുകൊണ്ട്? ഇതൊന്നും അല്ലാതെ സ്വീകരിക്കും. എന്തുകൊണ്ട്? അവൻ റഹ്മാനാണ്. വഴിപ്പെട്ടവർക്കും ഇതെൻ്റെ ഇബാദാണ്, നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, നിങ്ങൾക്ക് ദുആ ഈ ട്രാൻസ്ഫോമർ വഴി വരാൻ പറ്റുള്ളൂ. തിരിഞ്ഞില്ല നിങ്ങൾ നിങ്ങളെ റഹ്മാനിയത്തിലെ റഹ്മത്ത് വാങ്ങി നടക്കണവരല്ല, അത് മാത്രം വാങ്ങണവരല്ല, അതിനവിടെ കണക്ക് കൊടുക്കേണ്ടി വരും. ഇന്നലെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കണക്ക് കൊടുക്കേണ്ട റഹ്മത്തുണ്ട്, കണക്ക് കൊടുക്കേണ്ടാത്ത റഹ്മത്തുണ്ട്. ഇന്നലെ പറഞ്ഞില്ലേ? ഇന്നലെ അതാണല്ലോ പറഞ്ഞത്. റഹ്മത്തിൻ്റെ റഹ്മത്തുണ്ട്, അദാബിൻ്റെ പറഞ്ഞില്ലേ? ഇന്നലെ പറഞ്ഞു. റഹ്മത്തിൻ്റെ റഹ്മത്തുണ്ട്, അദാബിൻ്റെ റഹ്മത്തുണ്ട്. റഹ്മത്തിൻ്റെ റഹ്മത്തായി കിട്ടണം, അപ്പോൾ അവിടെ കണക്കേ ഉണ്ടാവില്ല. അതിന് നബി മുന്നിൽ വേണം. മറ്റെന്തിവിടെ കിട്ടിയാൽ അവിടെ കണക്ക് കൊടുക്കേണ്ടി വരും. അത് അദാബിൻ്റെ റഹ്മത്താണ്. ഇവിടെ റഹ്മത്താണെങ്കിൽ അവിടെ അദാബാണ്. എന്നതുപോലെ ഒരാൾ ഹംദും സ്വലാത്തൊന്നുമില്ലാതെ ഏതോ ജാതിയോ മതോ ഒന്നും അവിടെ പരിഗണനയില്ല, ദുആയിരുന്നു, അള്ളാഹു ഉത്തരം കൊടുക്കാം, പക്ഷേ അവിടെ കണക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല, നബി വഴി പോയാൽ എനിക്ക് കണക്കുണ്ടാവില്ല. മനസ്സിലായോ പറഞ്ഞത്? പക്ഷെ നബി വഴിയായിരിക്കണം. എൻ്റെ അടിമകൾ അങ്ങയോട് അന്വേഷിച്ചു, അന്നെ ഇന്നെ ഇവിടുന്ന് കിട്ടുക, എന്തിനാലും അവർക്ക് നേട്ടം നേടാനും കോട്ട ഒഴിവാക്കാനും ദുആ. പക്ഷെ നിങ്ങളോട് അന്വേഷിക്കണം. എന്തിനാ പടച്ചോനവനെ അന്വേഷിച്ചെന്തിനാ? എന്തിനാ പടച്ചോനെ അന്വേഷിക്കണത്? നേട്ടം നേടാനും കോട്ട ഒഴിവാക്കാനും. ഇതല്ലാത്ത എന്താ പടച്ചോനിൽ നിന്നുള്ളത്? ഇനി മൂന്നാമത്തൊന്ന് പറയും. സ്വർഗം കിട്ടണ്ടേ? അത് നേട്ടലേങ്ങായി. നിനക്ക് ഒഴിവാണ്ടേ? കോട്ടത്തിന് ഒഴിവാലല്ലേ. സ്വർഗത്ത് പോയി കള്ളുടിക്കണ്ടേ? അത് നേട്ടലേങ്ങായി. എന്തും പറഞ്ഞു. നേട്ടം കോട്ടം എന്നല്ലാത്ത 2 കാരണം. നേട്ടം നേടൽ, കോട്ടത്തിന് ഒഴിവാക്കൽ. ഈ കാര്യത്തിനല്ലാതെ പടച്ചോനെ അന്വേഷിക്കേണ്ട ഒരാവശ്യം ഇല്ല. മനസ്സിലായോ പറഞ്ഞത്? ആർക്കും. ഇനി ഒരു ആരിഫിന് ദുനിയാവിൽ നേട്ടവും പ്രശ്നമല്ല, പരലോകത്തെ നേട്ടവും പ്രശ്നമില്ല. എങ്കിലും അതിന് നേട്ട ഉദ്ദേശമുണ്ട്. ആര്? പടച്ചോനെ കിട്ടുക, അത് നേട്ടല്ലേ. അപ്പം നേട്ടം നേടുക, കോട്ട. പടച്ചോനില്ലാത്ത ഈ പടച്ചോനെ സദാ ഓർമ്മയിൽ കിട്ടാത്ത ഈ ജീവിതത്തെ ഒഴിവാക്കി, ആ കോട്ടത്തിന് ഒഴിവായി സദാസമയം പടച്ചോന് ചിന്തയിലായിത്തീരുക. ഇതാണ് ആര് ലക്ഷ്യം? ആരിഫിൻ്റെ ലക്ഷ്യം. അയാൾക്ക് ലക്ഷ്യം എന്താ? കോട്ടത്തിന് ഒഴിവാക്കുക, നേട്ടം നേടുക. ഇതിനല്ല എന്തിനാ പടച്ചോൻ? പക്ഷെ അങ്ങനെ അപ്പം ഏത് കോട്ടത്തിന് ഒഴിവാകണമെങ്കിലും, ഏത് നേട്ടത്തെ നേടണമെങ്കിലും ഇതാ സലക്ക, നിങ്ങളോട് അന്വേഷിക്കണം. എന്നെ എവിടുന്ന ഒന്ന് കിട്ടുക, ഇനി കരിബുൻ, അപ്പം ഞാൻ അടുത്തുണ്ടാവും. ഞാൻ അടുത്തനുണ്ടാവും. അടുത്തില്ലാത്തതുകൊണ്ടല്ല, അവനത് അനുഭവപ്പെടും. അതിന് മുമ്പ് അള്ളാഹ് അടുത്തുണ്ട്, പക്ഷെ നിനക്കറിയില്ല. ചില സാധനം അടുത്തുണ്ടാവും, അറിയില്ല. ചില സാധനം അടുത്തുണ്ടാവും, പക്ഷെ നമ്മളറിയില്ല.
നമ്മളറിയാത്ത സാഹചര്യത്തിൽ ആ സാധനം അടുത്തുണ്ടാവലും അകലുണ്ടാവലും ഒരുപോലെയാണ്. ഞാൻ ഇന്ന് നേരം വെളുത്തുന്ന ഒരു 15 മിനിറ്റ് താക്കോൽ തരുന്നുണ്ട്. 15 മിനിറ്റ് താക്കോൽ ഓർമ്മല്ല. ഇന്ന് നേരം വെളുത്തിട്ട് ഞാൻ താക്കോൽ 15 മിനിറ്റ് തരുന്നിട്ടുണ്ട്. താക്കോൽ വണ്ടിൻ്റെ ചാവി. ജാബിർ വന്നു. ജാബിറിന് അതിൽ താക്കോൽ കൊടുക്കണം. താക്കോലാണല്ല, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവിടെ പോയി ഇവിടെ പോയി. താക്കോലിൻ്റെ അടുത്തൂടെ പലവട്ടം നടന്നു. താക്കോലുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സമയം, ആ സമയത്ത് താക്കോൽ മൂത്തേടത്തായാലും എന്ത് കോഴിക്കോടായാലും ഒരുപോലെ തന്നെയല്ലേ. മനസ്സിലായില്ല? ചില സാധനം നിന്റെ അടുത്തുണ്ടാവും, പക്ഷെ ആ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല. എങ്കിൽ അകലെ ഉണ്ടാവുന്നതിനെ തൊട്ട് ഈ ഇത് അടുത്തുണ്ടായിട്ട് എന്താ കാര്യം? ഒരുപോലെ തന്നെയല്ലേ. അതിൻ്റെ ഉപകാരമെടുക്കാൻ നിനക്ക് കഴിയാത്ത രൂപത്തിലാണെങ്കിൽ അത് അടുത്തായാലെന്ത് അകലായാലെന്ത്. അള്ളാഹു അടുത്തില്ലേ? ഉണ്ട്, പക്ഷെ നിനക്ക് അനുഭവപ്പെടണം. പിന്നെ ആ നടക്കേണ്ട ഇടയിൽ താക്കോല് കണ്ടു കൊടുത്തു. താക്കോലിനടുത്ത് കൂടി 10 വട്ടം നടന്നിട്ടുണ്ട്. അപ്പം നീ നബി വഴി വന്നാൽ പടച്ചോൻ അടുത്തുണ്ടെന്ന് നിനക്ക് അനുഭവപ്പെടും. ഇല്ലെങ്കിലോ നിനക്ക് അനുഭവപ്പെടൂല. നീ നബിയെ ആശ്രയിക്കണം, എന്നിട്ട് അള്ളാഹുവിലേക്ക് പോകണം. എന്നാ നീ അടുത്ത് ആരെ കാണും? അള്ളാഹുവിന് നീ ദൂരമല്ല, പക്ഷെ നിനക്ക് അള്ളാഹു ദൂരമാണ്. തിരിഞ്ഞില്ല. അള്ളാഹുവിന് നീ ദൂരമല്ല, എന്നാൽ നിനക്ക് അള്ളാഹു ദൂരമാണ്. അതേ സമയത്ത് നബിയിലൂടെ ആവുമ്പോൾ അള്ളാഹു നിനക്ക് ദൂരമല്ല. അള്ളാഹു ഷാഹിദാണ്. അള്ളാഹുവിനെ അടുക്കുക അകലുക എന്നൊരു കാര്യമില്ല. ഞാൻ അവനോട് അടുക്കുക എന്ന് പറഞ്ഞാൽ അടുത്തുണ്ടെന്ന് അവൻ അനുഭവപ്പെടും. ഞാനവൻ്റെ അടുത്താളായിട്ടും അവൻ അനുഭവപ്പെടും. എൻ്റെ അടുത്താളെ ലിസ്റ്റിൽ അവനെ ഞാൻ ചേർക്കും. അങ്ങനെയൊക്കെ അതിനർത്ഥമുണ്ട്. അടുക്കൽ നമുക്കേ ഉള്ളൂ, ആർക്കില്ല? അള്ളാഹ്ക്കില്ല. അള്ളാഹു തആലക്ക് ഇപ്പം നമ്മൾ അള്ളാഹിനെ ആത്മാർത്ഥമായി നബിയിലൂടെയൊക്കെ വിളിച്ച് കഷ്ടപ്പെട്ട് കരഞ്ഞാൽ, പക്ഷെ പൊഞ്ഞി പോനും വിളിച്ചല്ലോ, ഈ ജാതി നട്ടുച്ച വേലത്ത് ഞോൻ്റെ എത്തും പോകണമല്ലോ, അങ്ങനെയുണ്ട്? ഇല്ല, അങ്ങനല്ല. നമുക്കുണ്ട്. നമ്മളൊരു ഇൻഡിപെൻഡന്റ് ഫ്രണ്ടായി, ഭയങ്കര ബന്ധത്തിലായി, ഭയങ്കര. അപ്പോൾ ഞാൻ നോമ്പറക്കാൻ വിളിച്ചു, നിനക്ക് കുടുങ്ങി. സലാമന്നാമിൻ ഞാൻ നോമ്പറക്കാൻ വിളിച്ചു. അത് ഞാൻ രക്ഷപ്പെട്ടു. എന്തുകൊണ്ട്? ഒപ്പം വരേണ്ട 2 ആളുകൾ ബൽക്കിൽച്ച് ഒരിക്കാവൂല. അപ്പം ഞാൻ രക്ഷപ്പെട്ടു. ഒരുണ്ടെങ്കിൽ ഞാൻ പോലെ നിർബന്ധ, എനിക്കാണ്ടത് അതാ പോവാ. അത് പറഞ്ഞ് മനസ്സിലായോ? ചിന്തിക്ക. അള്ളാഹുവിന് അടുക്കൽ അകലൽ എന്നൊന്നില്ല, നിനക്കുണ്ട്. പക്ഷേ ഈ അള്ളാഹു അടുത്താണ് എന്ന് നീ അനുഭവപ്പെടണമെങ്കിൽ നീ ആരിലൂടെ വരണം? നബിയിലൂടെ വരണം. റഹ്മത്തിന് 2 വട്ടം പറഞ്ഞു, പിന്നെ റഹ്മത്തിന് 2 വട്ടം കൂടി പറഞ്ഞു. അപ്പം റഹ്മത്ത് 4 വട്ടമായി. അപ്പോൾ ഇതുവരെ അകലുള്ള റബ്ബ് അടുത്തായി. ഫാത്തിഹയിൽ കാണിച്ച കളി കണ്ടുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവനായ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവനാണ് സർവസ്തുതിയും, അവൻ സർവ്വലോകരക്ഷിതാവാണ്. റഹ്മാനിർ റഹീം, അവൻ പരമകാരുണികനാണ്. റഹീം, അവൻ കരുണാനിധിയാണ്. ഇപ്പോൾ റഹ്മത്ത് നീ 4 വട്ടം പറഞ്ഞു. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഫ നബിക്ക് അള്ളാഹു അനുഗ്രഹിച്ചു കൊടുത്ത പേരാ. അപ്പോൾ ഈയാക്ക നീയായി. ഇതുവരെ അവനാണ്. 4ാമത്തെ റഹ്മത്ത് കഴിഞ്ഞപ്പോൾ അള്ളാഹു നീയായി.
ഇത് വേറൊരാളാണ് എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ 1 ലഡു അല്ല 2 കിലോ ലഡു തന്നെ അയാൾക്ക് വാങ്ങി കൊടുക്കും. റഹ്മത്ത് റസൂലുള്ളാഹിന്റെ പേര്. 4 റസൂലുള്ളാഹിന്റെ രഹസ്യ. മുഹമ്മദ് മീമ് ഹ മീമ് ദാല് 4. മീമ് ഹ മീമ് ദാല് ഇതാണല്ലോ എന്ത് മുഹമ്മദ് 4. അത് ഖുർആനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ 4 വട്ടം. 4 റസൂലുള്ളാഹിന്റെ രഹസ്യ. റസൂലുള്ളാഹിന്റെ ഖുലഫാക്കൾ 4. റസൂലുള്ളാഹിക്ക് ശേഷം ദീൻ പ്രചരിപ്പിച്ച ഇമാമിങ്ങൾ 4. വേറെ ഇമാമില്ലേ? ഉണ്ട്, പക്ഷെ അതാരും അറിയില്ല. ലോകാവസാനം വരെ എല്ലാവർക്കും അറിയാവുന്ന ഇമാമിങ്ങൾ 4. ഖുലഫാക്കളും 4. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്. 4 റസൂലുള്ളാഹിന്റെ രഹസ്യ. മുഹമ്മദ് എന്ന പേര് ഖുർആനിൽ പറഞ്ഞ് 4 വട്ടം. അതാണ് ഫാത്തിഹയിൽ റഹ്മത്ത് 4 വട്ടം പറഞ്ഞ്. ബിസ്മിയിൽ 2, അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ട് പിന്നെയും 2. ഈ ബിസ്മിയിൽ പറഞ്ഞ റഹ്മാൻ റഹീം തന്നെയല്ലേ പിന്നെയും പറയണത്. അപ്പോൾ റഹ്മത്ത് 4 വട്ടാക്കി. എവിടെ? ഫാത്തിഹയിൽ. ഈ 4 റഹ്മത്തിലൂടെ നീ കടന്നു വന്നപ്പോൾ അത് മുഹമ്മദിയത്തിൻ്റെ രഹസ്യ, അത് അള്ളാഹുവിൻ്റെ രഹസ്യ. അപ്പോൾ അള്ളാഹു അകലത്തിന് നിൻ്റെ മുന്നിലേക്ക് നിനക്ക് ബോധ്യപ്പെട്ടു. ഇനി നീ പറയുന്നത് അവനല്ല, ഈയാക്ക, നിനക്ക് ഞാൻ മാത്രം ഞാൻ ആരാധിക്കൂ. നിന്നോട് യഹ്ദിന, നീ എനിക്ക് നിർമാർഗം തരണം. സിറാത്തുല്ലദീന, നീ അനുഗ്രഹിച്ചവരെ വഴിയിൽ. ഇതുവരെ അവൻ 4 റഹ്മത്ത് കഴിഞ്ഞപ്പോൾ നീയായി. ഫൈനി ഖരീബുൻ. തല കൊടുക്ക്, നല്ലോണം കൊടുത്ത തല കൊടുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്മായ അള്ളാഹു ഓമന പേര് കൊടുത്ത റഹ്മത്തിലൂടെ, ആ റഹ്മത്തിലൂടെ നീ എത്ര വട്ടം, അത് അള്ളാഹിൻ്റെ ഇസ്മുമാണ്. റഹീം, മനസ്സിലായില്ലേ? റഹ്മാന്, ഇത് രണ്ടിലും റഹ്മത്താണുള്ളത്. റഹ്മാനിലും റഹ്മത്താണുള്ളത്, റഹീമിലും റഹ്മത്താണ്. അത് ഫാത്തിഹയിൽ 4 വട്ടം ആവർത്തിച്ചു. 4ാമത്തെ വട്ടം തീർന്നപ്പോൾ അവൻ നിനക്ക് നീയായി. ഇതുവരെ അവനായിരുന്നു ഇയ്യാക്ക, ഇനി മുതൽ നീയാ. ഇനി ഫാത്തിഹ കഴിഞ്ഞവരെ നീയാ. എന്റെ ഫൈനി ഖരീബുൻ, എൻ്റെ അടിമയിലൂടെ വന്നപ്പോൾ ഞാൻ വളരെ അടുത്തായി നിനക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ നീ എന്ന് പറയുകയാണെങ്കിൽ നീ, ഇതുവരെ അവൻ എന്ന് പറഞ്ഞ നീ, ഇനി നീ എന്ന് പറയുന്ന നീയായി. എൻ്റെ കൂടെ ഇല്ല. ഉണ്ടോ? മനസ്സിലാക്ക്. നിങ്ങളെയൊന്നും ഇവിടെ ഇട്ട് തിരിച്ചാൽ പോരെ. നിങ്ങളൊക്കെ മുക്കാലി കെട്ടി തല്ലണം. കാരണം നിങ്ങൾ ഇതൊക്കെ ഇതിനെപ്പറ്റി എന്തെങ്കിലും മനസ്സിലാക്കുക. ഞാനീ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാക്കി നിങ്ങൾ അങ്ങനെ കണ്ടാൽ പോരാ. വളരെ ചിന്തിച്ചൊക്കെ എന്താ ഈ പറഞ്ഞത്, മനസ്സിലായില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവനായ അല്ലാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവനായ അല്ലാഹു. അർറഹ്മാനിർ റഹീം, അവനായ അല്ലാഹു. ഇപ്പോൾ റഹ്മത്ത് 4 വട്ടം കഴിഞ്ഞു. ആ 4ാമത്തെ റഹ്മത്തിലെ മീമണ്ട് അവസാനിക്കുമ്പോൾ നിനക്ക് ഈയാകെ. ഇതുവരെ അവനായ അവൻ നിനക്ക് നീയായി. അതെങ്ങനെ? അങ്ങനെ ഇപ്പോൾ പടച്ചോൻ നിന്റെ മുന്നിലാണ്, നിനക്ക് ബോധ്യപ്പെട്ടു. ഇങ്ങനെ നീന്നറിയാം, പടച്ചോൻ നിന്റെ മുന്നിലാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നീ എങ്ങനെ നീന്ന് പറയാ? ഫാത്തിഹ തുടങ്ങിയപ്പോൾ അവനായിരുന്നല്ലോ, അൽഹംദുലില്ലാഹിലും അവനായിരുന്നല്ലോ, അർറഹ്മാനിലും അവനായിരുന്നല്ലോ. ആ 4ാമത്തെ റഹ്മത്തിലെ ആ റഹ്മത്തുള്ളടങ്ങിയ റഹീമിന്റെ, ആ റഹീം നബിയുടെ പേരുമാണ്. ബിൽ മുഅ്മിനീന റഊഫ് റഹീം, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫ് റഹീം. ആ റഹീമാണ് ഇവിടെ അവസാനിക്കുന്നത്. ആ മീമണ് അവസാനിച്ചപ്പോ അള്ളാഹിന്റെ ഹബീബിനും കൂടി അള്ളാഹു ഉൾപ്പെടുത്തിയ തന്റെ നാമാണ് ഏത്? റഹീം.
ആ മീമൺ അവസാനിക്കുമ്പോൾ ഇതുവരെയുള്ള അവൻ നിനക്ക് ആരായി? നീയായി. എന്തിലും നീ നബിയിൽ ലയിച്ചു. നീ അള്ളാഹുവിലൂടെ വന്നു, നീ നബിയിലൂടെയും വന്നു. നീ റഹ്മത്ത് അള്ളാഹിന്റെ അല്ലേ? അതെ. പക്ഷേ റഹ്മത്ത് അള്ളാഹു തആല കനിഞ്ഞരളിയ പേരാണ് ആർക്ക്? റസൂലുള്ളാഹിക്ക്. അതിൽ പ്രധാനപ്പെട്ട പേരാണ് എന്ത്? റഹീം. റഹ്മത്ത് എന്നതിന് പുറമെ റസൂലുള്ളാഹിക്ക് എന്തും പേരുണ്ട്. റഹീം എന്ന് പേരുണ്ട്. 4ാമത്തെ റഹ്മത്താ പറയുന്നത്. ആ മീം റസൂലുള്ളാഹിന്റെ മീമാണ്, റസൂലുള്ളാഹിക്കുള്ള മീമാണത്. ഈ റഹീം മുഹമ്മദാണ്. ആ മീമാണ് അവസാനിച്ചപ്പോൾ 4 മുഹമ്മദ് എന്ന ഈ റഹീമിലെ മീം അവസാനിക്കുമ്പോഴുള്ള ഈ മീമു കൊണ്ടുള്ള റസൂലുള്ളാഹിന്റെ പേരായ മുഹമ്മദ് ഖുർആനിൽ പറഞ്ഞത് 4 അതൊക്കെ ആ മഹാന്റെ ലക്ഷണമൊത്ത പിൻഗാമികൾ 4. അഇമ്മത്ത് 4. മനസ്സിലാണ്ട് പറഞ്ഞത്? ആ മീമണ് പൂർത്തിയായപ്പോൾ ഇതുവരെയുള്ള അവൻ പോയി. ഇനി നീ ആരായി? അർ-റഹ്മാൻ റഹീം. മനസ്സിലായില്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? മനസ്സിലായില്ലേ? മാലിക് യൗമിദ്ദീൻ. പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതിൻ്റെ ഒക്കെ ലാഭം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഇതുവരെ പറഞ്ഞതിൻ്റെ പൂർണ്ണമായ ലാഭം നിനക്ക് കിട്ടുന്ന സ്ഥലമാണ് ഏത്? ഈ മാലിക് യൗമിദ്ദീൻ. ആ മാലിക് യൗമിദ്ദീനും കഴിയുന്നതോടുകൂടെ നിന്റെ വാതിൽ തുറന്നു. ഈ 4 റഹ്മത്തും കഴിഞ്ഞപ്പോൾ പിന്നെ നിനക്ക് രക്ഷയുടെ വാതിലാണ്. പിന്നെ അവിടെ എന്ത്? മാലിക് യൗമിദ്ദീൻ. പരലോകം നിനക്ക് രക്ഷയുടെ വാതിലാണ് മാലിക് യൗമിദ്ദീൻ. അതോടുകൂടെ നിനക്ക് അള്ളാഹു ആരായി? ഇയ്യാക്കയായി. ഇതുവരെ അവനായിരുന്നു, ഇനിയോ നീയാണ്. ഈ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും നീയും ഒരേ സ്ഥലത്തുള്ളതായി, ഒരേ സ്ഥലമെന്ന് ഞാൻ പറയണില്ല, ഒരേ അവസ്ഥയിൽ നിനക്ക് അനുഭവപ്പെടുകയാണ്. ഇവിടെ റസൂലുള്ള നിനക്ക് വഫാത്തായി പോ റസൂലാണ്, അവിടെ നിന്റെ കണ്ണിന് മുന്നിൽ റസൂലാണ്. ഏത്? മാലിക് യൗമിദ്ദീനിൽ. ഇവിടെ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുകമറക്കപ്പുറമാണ്. അവിടെ എത്തിയാലോ അവിടെ നിന്റെ മുന്നിലാണ്. ആ 4 റഹ്മത്തിന്റെ വാതിലും കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നീയും നിന്റെ ഹബീബും അല്ലാഹു ഒരുമിച്ച് കൂടുന്ന സംഗമസ്ഥാനം പറഞ്ഞു. എന്ത്? മാലിക് യൗമിദ്ദീൻ, ആ യൗമുദ്ദീൻ. ഇനി നേരെ വാതിൽ തുറക്കാണ്. എന്തിലേക്ക്? ഇയ്യാക്കയിലേക്ക്. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. 4 റഹ്മത്തിലൂടെ നീ കടന്നു പോയി. പിന്നെ എല്ലാം സംഗമിക്കുന്ന ആ യൗമുദ്ദീന്റെ മാലിക്കിനെ കുറിച്ച് പറഞ്ഞു. ആ യൗമുദ്ദീൻ ആകട്ടെ ഈ 3 ആളും നീയും നിന്റെ നബിയും അള്ളാഹും ഒരുമിച്ച് കൂടുന്ന സംഗമവേദിയാണ്. എന്ത്? യൗമുദ്ദീൻ. അപ്പൊ നിനക്ക് എല്ലാ ഖഫാവും നീങ്ങി, നിന്റെ മറകളെല്ലാം നീങ്ങി. ഇപ്പൊ നിന്റെ മുന്നിൽ ആരായി? അള്ളാഹു. അതായത് 4 റഹ്മത്ത് കഴിഞ്ഞു. പിന്നെ നീയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹും ഒരുമിച്ച് കൂടുന്ന സംഗമവേദി പറഞ്ഞു. ഏത്? മാലിക് യൗമിദ്ദീൻ. ഇനി നിനക്ക് ആരാണ് നിന്റെ മുന്നിൽ? അള്ളാഹു നേരെ മുന്നിലായി. അതിനവസാനം നബിയും നിന്റെ മുന്നിലായി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അവസാനിക്കുമ്പോൾ, ഇനി നിസ്കാരം അവസാനിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അപ്പൊ നബി മുന്നിലായി. ഇതിനൊക്കെ കാരണം എന്താ? നബിയാണ്. വഇദാ സഅലക, അങ്ങയോട് അന്വേഷിച്ചാൽ, ബിബാദി, എൻ്റെ ദാസന്മാർ, അന്നി, എന്നെക്കുറിച്ച്, ഫഇന്നി ഖരീബുൻ, അപ്പോൾ ഞാൻ അവിടെ അടുത്തുണ്ട്. ഉജീബു, ഞാൻ ഉത്തരം കൊടുക്കും. ദഅവത്ത ദാഇ, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക്. പക്ഷെ ആരിലൂടെ വരണം? റസൂലുള്ളാഹിലൂടെ വരണം. റസൂലുള്ളാഹിലൂടെ വരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം.
ചിന്തിക്കുക, വളരെ 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 ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. റഹീം റസൂലുള്ളാഹിയുടെ പേരാണ്. ഒരു സൂറത്തിൻ്റെ തുടക്കത്തിലില്ല, അതേസമയത്ത് ഒരു സൂറത്തിൻ്റെ മധ്യത്തിൽ കൊടുത്തു. എന്തുകൊണ്ട്? എല്ലാ സൂറത്തിലും ഈ 114 ഈ 114 റഹീം, വീണ്ടും റഹീം. ഹബീബായി വൈദാ സഅലക ഇബാദി, വൈദാ സഅലക ആയത്ത് ദുആയാണത്, ദുആന്റെ ആയത്താണ്. ഞാൻ ഇസ്തിഗ്ഫാറിലേക്ക് കയറാം. ഇപ്പം ഏത് തരം ദുആയാണെങ്കിലും കോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഇസ്തിഗ്ഫാർ. അതെന്താണ്? കോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടൽ നേട്ടാണ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വമിൻ കുല്ലി ലീഖിൻ മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട വിധത്തിൽ ചെയ്താൽ ജഅലല്ലാഹു ലഹു, അല്ലാഹു ആക്കി കൊടുക്കും, മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ, ഏത് ടെൻഷനും അല്ലാഹു തആല ആ ടെൻഷൻ നീക്കി കൊടുക്കും. വമിൻ കുല്ലി ലീഖിൻ മഖ്റജൻ, ഏത് കുടിസിൽ നിന്നും പുറത്തിയാടാനുള്ള വഴി കാണിച്ചു കൊടുക്കും. വയർസുഖുഹു, അല്ലാഹുവിന് ഭക്ഷണം കൊടുക്കും, മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ അറിയാത്ത വിധത്തിൽ വന്നു തരും. എങ്ങനെ വന്നു അറിയില്ല, എങ്ങനെയോട് വന്നു. അതായത് ആ വരുമാനം നമുക്ക് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചതേ അല്ല, പക്ഷെ അത് വന്നു. റമളാനിലെ അവസാനം കുട്ടികൾക്ക് തുങ്ങിപ്പാടുക്കാനുള്ള പൈസ കയ്യിലുണ്ടാവില്ല എന്ന് ഉറപ്പിച്ചാണ്, പക്ഷെ ഒരു വഴിയിൽ വന്നു, നല്ലൊരു ഹൈറായി. എങ്ങനെ വന്നു അറിയില്ല. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട വിധത്തിൽ ദായിമായി ഇസ്തിഗ്ഫാർ ചെയ്താൽ ജഅലല്ലാഹു ലഹു, അല്ലാഹുവിനാക്കി കൊടുക്കും, മിൻ കുല്ലി ഹമ്മിൻ, എല്ലാ ടെൻഷനിൽ നിന്നും ഫറജൻ ഉണ്ടാക്കി കൊടുക്കും, ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കും. വമിൻ കുല്ലി ലീഖിൻ, എല്ലാ കുടിസിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കും, മഖ്റജൻ, പുറത്ത് ചാടാനുള്ള വഴി. ആരവനെ കുടുക്കിയാലും അവൻ കുടുങ്ങൂല, രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു കൊടുക്കും, അല്ലാഹു കാണിച്ചു കൊടുക്കും. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വമിൻ കുല്ലി ലീഖിൻ മഖ്റജൻ വയർസുഖുഹു, അല്ലാഹുവിന് ഭക്ഷണം കൊടുക്കും, മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ അറിയാത്ത വിധത്തിൽ. ആ വരുമാനം എങ്ങനെ വന്നു എന്ന് അവൻ അറിയില്ല. ഇതാണ് എന്തിൻ്റെ നേട്ടം? ഇസ്തിഗ്ഫാർ നേട്ടം. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ കോട്ടത്തിന് ഒഴിവാക്കണം, അതാണ് നേട്ടം. തിരിഞ്ഞില്ല. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ എന്താ അർത്ഥം? പുറത്തിരണേന്നാണ്. പുറത്തിരണ്ട് കോട്ടല്ലേ, കോട്ടത്തുനിന്ന് ഒഴിവായാൽ നേട്ടായി. മേലെന്ന് വെള്ളം വരുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ ഒരു വരമ്പുണ്ട്, അതാണ് തട്ടിയാൽ മതി, താഴത്ത് വെള്ളത്തും. ആ വരമ്പ് കെട്ടലാണ് എന്ത്? ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ വന്നാൽ പിന്നെ ഇങ്ങോട്ട് ഒഴുകിക്കോളും. അള്ളാഹിൻ്റെ റഹ്മത്തിൽ നമ്മളെ ദോഷത്തുമ്പോൾ തടഞ്ഞു വെക്കും. എല്ലാവരും അല്ല, ഇബാദിൻ്റെത്, നമ്മളെപ്പോലത്തെ നമ്മൾ അള്ളാഹിൻ്റെ ആളാന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. അപ്പോൾ പിന്നെ അള്ളാഹു തആലാക്ക് അള്ളാഹു റസൂലിന് മാനക്കേട് ഉണ്ടാക്കരുത്. നമ്മൾ ചെയ്യുന്ന ഏത് ദോഷവും അള്ളാഹു റസൂലിന് മാനക്കേടാണ്. അതിൻ്റെ പേര് ആക്ഷേപിക്കുക ആരെയാണ്? അള്ളാഹു റസൂലിനെയാണ്, വേറുള്ളവരെ പോലെയല്ലേ നമ്മൾ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യൂല എന്ന് പറഞ്ഞോടുകൂടെ ആ റഹ്മത്ത് വരാൻ വഴിയായി. അള്ളാഹുവിൻ്റെ ആളല്ലാത്ത ഒരുത്തനുണ്ട്, അവന് നേട്ടത്തിന് ഒരു വഴി ഉണ്ടാവില്ല, പരത്തി കൊടുക്കും, അതിനോട് അവിടെ കണക്കും കൊടുക്കും. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ അള്ളാഹിൻ്റെ ആളുകളാണ്. അപ്പോൾ നമ്മളിന്ന് അബദ്ധം സംഭവിച്ചാൽ നഷ്ടം മോശമായിരിക്കാണ്. മോശം ആക്ഷേപിക്കപ്പെടൽ, അങ്ങനെ പറയാം. ആക്ഷേപിക്കപ്പെടൽ ആരെയാണ്? അള്ളാഹു റസൂലിനെ. വലിയ അള്ളാഹിൻ്റെ ആളായി ഇറക്കണവനാവോ? വലിയ നബിൻ്റെ ആളായി ഇറക്കണവനാവോ? ആക്ഷേപിക്കപ്പെട്ടത് ആരെയാണ്? അള്ളാഹു റസൂലിന് മോശം ഉണ്ടായിട്ടല്ല, ജനം മോശപ്പെടുത്തി സംസാരിക്കൽ ആരെയാണ്? അള്ളാഹു റസൂലിനെ ആര് മോശമാക്കിയാലും മോശമാവില്ല, പക്ഷെ ജനം മോശമാക്കൽ അള്ളാഹു റസൂലിനെയാണ്. മനസ്സിലായോ? അപ്പൊ ഇനി ഞാനത് ചെയ്യൂല എന്ന് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതോടുകൂടെ എന്തിന് കാരണമായി? കോട്ടം തട്ടി ഇനി നേട്ടം വന്നോളൂ. അപ്പൊ ഏത് ഇസ്തിഗ്ഫാറും എന്തിന് സബബാണ്? നേട്ടത്തിന് സബബാണ്. എന്താ
ഇസ്തിഗ്ഫാർ കോട്ട ഒഴിവാക്കൽ. അത് മതി എന്തിന്? നേട്ടത്തിന്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞത്. ഇസ്തിഗ്ഫാർ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ദുആയിലെ ദുആ എന്ന് പറഞ്ഞാൽ ദുആ നല്ലോണം തല കൊടുത്ത് ചിന്തിക്കണം. എന്തിനാ ദുആ? കോട്ട ഒഴിവാക്കാനും നേട്ടം നേടാനും. ഇതല്ലേ ദുആ? ആ ദുആനെ ഞാൻ പിന്നെയും ചുരുക്കാണ്. എവിടേക്ക്? ഇസ്തിഗ്ഫാറിലേക്ക്. ദുആയിൽ 2 വശമുണ്ട്. ദുആ 2 എണ്ണം ചെയ്യണം. ഒന്ന് കോട്ട ഒഴിവാക്കാനും നേട്ടം നേടാനും. അതേസമയത്ത് തൗബയും ഇസ്തിഗ്ഫാറും ഒറ്റൊന്നു മതി. കാരണം കോട്ട ഒഴിവാണ് കൂടെ നേട്ടം വന്നോളൂ. വലിയ സാധനമാണ് എന്ത്? ഇസ്തിഗ്ഫാർ. നല്ല ഉഷാറിലിരിക്കണം. നല്ല ഉഷാറാണെങ്കിൽ തന്നെ മൂളിയാൽ മതി. ഞാൻ ഇപ്പം ഇവിടെ കാട്ടിക്കൂട്ടിയൊക്കെ നിങ്ങൾ കണ്ടോ? എന്താ ഞാൻ ചെയ്തത്? ഒരു മനുഷ്യൻ്റെ മൊത്തം ജീവിതത്തിൻ്റെ പർപ്പസ് ഓഫ് യുവർ ലൈഫ്, നിൻ്റെ ലൈഫിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ലക്ഷ്യം, നിൻ്റെ ഏത് തരം ആക്ടിവിറ്റീസിൻ്റെയും ലക്ഷ്യം എന്താണ്? കോട്ട ഒഴിവാക്കലും നേട്ടം നേടലും ആണോ? അല്ലേ? അതല്ലാത്തൊന്നും ഇല്ല. ഞാനിതവിടെ മുസ്താഫ് തുറന്നു വെച്ചാൽ എന്താ? ഒരു കോട്ട ഒഴിവാക്കാൻ ആയത്ത് ഓതുമ്പോൾ കിട്ടൂല. അപ്പൊ നേട്ടത്തിന് മുസ്താഫ് തുറന്നു വെച്ചു ആ കോട്ട ഒഴിവാക്കാൻ. ആ കോട്ട ഒഴിവാക്കി കിട്ടിയാൽ മുസ്താഫ് തുറന്നു വെച്ചാൽ ആയത്ത് വൃത്തിയായിട്ട് ഓതാം. അപ്പൊ എന്ത് കിട്ടി? നേട്ടം കിട്ടി. എന്തിനാ കൊണ്ടു കിടക്കണേ? വെച്ചെങ്കിൽ എന്ത് നേട്ടം നേടാൻ? 10 സെന്റ് ഭൂമി അവിടെ വെക്കാണ്ട് 10 പൈസ ഉണ്ടെങ്കിൽ എടുത്തോളി, നാളെ മറിച്ച് വിറ്റാൽ ബ്രോക്കർ വിളിച്ചു. ഏതായാലും നിങ്ങൾക്ക് കാര്യമായ പണിയൊന്നുമില്ല, നടക്കല്ലേ. നാട്ടുകാർ ചീത്തയാണ്. അപ്പം പിന്നെ 10 റുപ്യെങ്കിലും കിട്ടിക്കോട്ടെ. അപ്പം എന്തിനാ മൊബൈല്? നേട്ടം നേടാൻ. അല്ലെങ്കിൽ അമ്മായിൻ്റെ അടുത്ത് വിളിച്ച് ആടിനടുത്തേക്കണം. നല്ല മട്ടൻ ബിരിയാണി, മട്ടൻ ചാപ്സും, നല്ല ഈ മട്ടൻ 65 പൊരിക്കലും അടിപൊളിയാക്കാണ്. ഇന്ന് നോമ്പറക്കാൻ വരുമോ? ഓ ആയിക്കോട്ടെ. അപ്പം നമുക്ക് നല്ല മട്ടൻ കിട്ടി. മട്ടനും നല്ല മട്ടത്തിൽ തന്നെ മട്ടൻ തിന്നു. തിന്നു നല്ല മട്ടത്തിൽ തന്നെ നമ്മൾ മട്ടനാണ് തിന്നു. എന്താ കാരണം? മൊബൈലുണ്ടായി. പക്ഷെ 3 മണി വരെ അമ്മായി വിളിച്ച് നമ്മളെ കിട്ടിയില്ല. നമ്മളെ മൊബൈലില്ല. അപ്പം എന്നാൽ ബാക്കിയുള്ള കൂടി കൊടുത്തയച്ച് ഓൻ വരുന്നില്ല എത്ര എന്ന് പറഞ്ഞു. അപ്പം ഇതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടായി. മനസ്സിലാണ്ട് പറഞ്ഞത്? കോട്ട ഒഴിവായി. ഇങ്ങനെ പലതും എന്തും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന, പടച്ചോനെ അംഗീകരിക്കുന്ന ആളുകൾ അതിനുപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ദുആ. ആ ദുആയിൽ 2ഉം കൊണ്ടുവരും നമ്മൾ. എന്ത്? നേട്ടം നേടലും കോട്ട ഒഴിവാക്കലും. അല്ലാഹുവേ നേട്ടം തരണേ, റബ്ബേ കോട്ട ഒഴിവാക്കി തരണേ. ഞാൻ 2നെയും ഞാൻ ഇസ്തിഗ്ഫാറിലേക്ക് ചുരുക്കാണ്. ഇസ്തിഗ്ഫാർ ആകുമ്പോൾ 1 മതി. ഇസ്തിഗ്ഫാറിനെ ഒരാൾ പതിവാക്കി നടന്നാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ, ടെൻഷൻ ഒഴിവാക്കി കൊടുക്കും. എന്ത് മതി? ഇസ്തിഗ്ഫാർ ചെയ്താൽ ഇനി വേറൊന്നും ചെയ്യേണ്ട. ഇസ്തിഗ്ഫാറിൽ ടെൻഷൻ ഒഴിവാക്കി കൊടുക്കും. 2 മിൻ കുല്ലി ളീഖിൻ മഖ്റജൻ, ഏതൊരു കുടുക്കിൽ അവന് എക്സിറ്റ് കാണിച്ചു കൊടുക്കും. അതും കോട്ടാണ്. ലീക്കിൽ പെടുക എന്നുള്ളത്, ഒരു കുടിസിൽ പെടുക എന്നുള്ളത് അതും കോട്ടാണ്. അപ്പം അവിടെ കോട്ട ഒഴിവാക്കി കൊടുത്തു. അവൻ അറിയാത്ത വിധത്തിൽ റിസ്ക് കൊടുക്കും. ഇതെന്താ ഇത് നീ അമേരിക്കയിൽ പോയി പഠിക്കണോ? നീ ഉദ്ദേശിക്കാത്ത വഴി കൂടി ഇങ്ങനെ വരും വരുമാനം. ഇതെന്താ? നേട്ടം. അപ്പൊ ഇസ്തിഗ്ഫാറിൽ എന്തുണ്ട്? ദുആയാകുമ്പോൾ വേറിട്ട് പറയണം. പഠിച്ചോനെ നേട്ടം തരണേ, പഠിച്ചോനെ കോട്ട ഒഴിവാക്കണേ. ഇസ്തിഗ്ഫാർ 1 വേണ്ട, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എന്തും കിട്ടി, നേട്ടവും കിട്ടി, കോട്ട ഒഴിവായി. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ഇസ്തിഗ്ഫാർ നബി വഴിയേ പോകാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. പറഞ്ഞുതരാം. സ്വലാത്തോ ഹജ്ജോ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. തുടങ്ങിയതല്ലേ ഉള്ളൂ. നാളെ പ്രസവിക്കാൻ പോണ
പശുവിൻ്റെ കാട്ടിൽ ചെന്ന് എന്താണ് പ്രസവിച്ചോട്ടെ. ബേജാറാണ്ട. നല്ല പോലെ ചിന്തിച്ചു, നല്ല പോലെ ചിന്തിച്ചു. എവിടെയും നബിയാണ്, എവിടെയും നബിയാണ്, എവിടെയും നബിയാണ്, എവിടെയും നബിയാണ്. ആ നബിയാണ് നിന്റെ മർമ്മം. അതിൻ്റെ അപ്പുറത്തേക്ക് പോണ്ട. അള്ളാഹുവിലേക്ക് നിനക്കെത്താൻ കഴിയില്ല, നബി നിന്നെ അള്ളാഹുവിലെത്തിക്കും. അള്ളാഹുവിൻ്റെ വാതിൽ നിനക്ക് തുറപ്പിക്കാൻ കഴിയില്ല, നബി തുറപ്പിച്ചോളൂ. നീ എവിടെ ചെന്നാൽ മതി. നബി ആരാ? അള്ളാഹിൻ്റെ അംബാസഡറാണ്. അംബാസഡർ മറികടന്നിട്ട്, മനസ്സിലായില്ലേ? അംബാസഡറെ മറികടന്ന് പോകാൻ പറ്റൂല, അംബാസഡറെ മറികടന്നു പോകാൻ പറ്റൂല. അംബാസഡർ ഒപ്പിട്ടാലേ വിസയാവുള്ളൂ. വിസ എടുക്കാതെ പോയിട്ട് അവിടെ പോയി ഇറങ്ങിയാൽ വിസ നിർബന്ധമായ രാജ്യത്ത് നിന്ന് അതേ ഫ്ലൈറ്റിന് തിരിച്ചേക്കും. അങ്ങനെ തന്നെയല്ലേ? ആദ്യ രാജ്യം തിരിച്ചു. എന്തേ? അംബാസഡർ ഒപ്പുണ്ട്. അംബാസഡർ വെള്ളക്കടലാസിലാണ് ഒപ്പിട്ട് കൊടുത്ത്, എന്നാലും മതി. അംബാസഡർ ഒപ്പുണ്ട്, സീലുണ്ട്. ഇവനെ അങ്ങോട്ട് കയറ്റാം. കള്ളനാണെങ്കിലും പെരുങ്കള്ളനല്ല. ഞാൻ ഒപ്പിട്ടു. ആര്? അംബാസഡർ. കള്ളനാണെങ്കിലും ഞാൻ തിരിച്ചു വരുമ്പോൾ തപ്പിക്കൊണ്ട് നിങ്ങൾ ബേജാറാണ്ട, കയറ്റിക്കോളി. അംബാസഡർ ഒപ്പിടാതെ ആ രാജ്യത്തേക്ക് ഇറങ്ങില്ല, വിസ നിർബന്ധമായ രാജ്യങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ഓൺ അറൈവൽ വിസ ആയിരിക്കണം. അപ്പോൾ അവിടെ അംബാസഡർക്ക് പകരക്കാരൻ ഒരാൾ എയർപോർട്ടിലുണ്ടാവും. പിടിക്കപ്പെട്ടോ തിരിച്ചേക്കും, പറ്റാത്ത ആളാണോ തിരിച്ചേക്കും. അതാണ് ഓൺ അറൈവൽ വിസ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അംബാസഡർ ഇല്ലാതെ, അംബാസഡറുടെ കത്ത് കിട്ടാതെ, ഒപ്പ് കിട്ടാതെ ഒരു രാജ്യത്തേക്ക് അനുവദിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹളറത്തിലേക്ക് അംബാസഡറിലൂടെ പോകണം. ആരാണ് അംബാസഡർ? മുഹമ്മദ് മുസ്തഫ. നിനക്ക് എല്ലാ കോട്ടം ഒഴിവാക്കാണെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് ജാരി വഴി പറയണം, റസൂലുള്ള വഴി പറയണം. ഞാൻ ആയത്തോതി തരാം. സൂറത്തു നിസായിലെ എടുത്തോളി. നിസായിലുണ്ടായത്, നിസായിലുണ്ടായത് 63 64 ആയിരിക്കും. 63 64 64. വലോ അന്നഹും, അവർ ഇല്ലലമോ അതിക്രമം ചെയ്തു, അംഫുസഹും അവരോട് തന്നെ. അങ്ങനെ ഒരു കൂട്ടർ അവരുടെ സ്വന്തത്തോട് അതിക്രമം ചെയ്താൽ എന്താ അതിക്രമം ചെയ്യുക? പലതും കുറ്റങ്ങൾ ചെയ്യുക. വിശ്വാസത്തിലെ കുറ്റം, കർമ്മത്തിലെ കുറ്റം, ഏത് തരം കുറ്റാണെങ്കിലും ഓരോന്നും ഇവിടെ പറയുന്നുണ്ട്. കർമ്മത്തിലെ കുറ്റം അപ്പുറത്ത് വേറെ ആയത്തിൽ പറയുന്നുണ്ട്. വിശ്വാസത്തിലെ കുറ്റം നിഫാഖ്. ഏത് തരം കുറ്റാണെങ്കിലും, ഏത് തരം കുറ്റമാണെങ്കിലും അവരെന്ത് ചെയ്യണം? ഒരു അന്നവും, അവർ തീർച്ചയായും ആ ജനങ്ങൾ ഇല്ലമു അവർ അതിക്രമം ചെയ്തു, അംഫുസഹും അവരോട് തന്നെ. നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾ ആർക്കെതിരാണ്? നമുക്കെന്തിനെതിരാണ്? ഫഅമ്മാമൻ സഖുലത്ത് മവാസീനുഹു ഫഫീ ഈശത്തി റാദിയ വഅമ്മാമൻ, നമ്മുടെ തുലാസ് കനം കുറയാൻ കാരണം എന്താ? നമ്മളെ കുറ്റം കൂടി. അപ്പം നമ്മൾ അതിക്രമം ചെയ്ത് ആരോട് തന്നെയാ? നമ്മോടാണ്. അങ്ങനെ ചെയ്താൽ ജാഊക, അവർ അങ്ങയുടെ അടുത്ത് വരണം. ഏത് ദോഷികളും അങ്ങയുടെ അടുത്ത് വരണം. ഫസ്തഗ്ഫിറുല്ലാഹ, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അപ്പോൾ റസൂലും പൊറുക്കലിനെ തേടും. ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അപ്പോൾ അള്ളാഹു തൗബ ചെയ്ത് കൊടുത്തവനായി അവർക്ക് എത്തിക്കാൻ കഴിയും. അവർക്ക് എല്ലാം ലാഹത്താവും. നബി തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ നഫ്സിൽ അള്ളാഹു ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടും. അവർക്ക് സ്വന്തം ശരീരത്തിൽ ഒരു ഖിഫത്ത് അനുഭവപ്പെടും. നല്ലപോലെ തല കൊടുത്ത് ചിന്തിക്കണം. മനസ്സിലായില്ല? അവരുടെ സ്വന്തത്തോട് അതിക്രമം ചെയ്താൽ ജാഊക, അങ്ങനെ എടുത്തു വരണം. മനസ്സിലായോ പറഞ്ഞത്? നബിയുടെ ജീവിതകാലത്താണെങ്കിൽ മുനാഫിഖ് നബിയുടെ അടുത്ത് വരണം. നബിയുടെ ജീവിതകാലത്തല്ലെങ്കിൽ ഹൃദയത്തിൽ നബിയെ കൊണ്ടുവരണം.
മനസ്സിലായോ? ഞാൻ നബിയിലേക്ക് മടങ്ങി. നബി അള്ളാഹുവിന്റെ അംബാസഡറാണ്. നബി കാണിച്ച മാതൃകയിൽ നിന്ന് അബദ്ധം എന്നിൽ പറ്റിയിട്ടുണ്ട്. ഞാൻ നബിയോട് അതിക്രമം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വലംതു സുന്നത്തമൻ അഹ്യൽ വലാമ ഇലാ അനിഷ്തഖത് ഖദമ, ഞാൻ അതിക്രമം ചെയ്തുവല്ലോ എന്ന് കവി പറഞ്ഞത് നബിയോട്. തഹജ്ജുദ് മുടങ്ങിയപ്പോഴാണ് കവി അങ്ങനെ പറഞ്ഞത്. നമ്മൾ ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസനിൻ വഅദദ്, അറ്റമില്ലാതെ ഞങ്ങൾ കുറ്റം ചെയ്തു. എന്തുകൊണ്ട് നമ്മൾ കുറ്റം ചെയ്തു? അത് നബിക്കെതിരാണ്. കാരണം നബി നമ്മളോടൊരു മാതൃക പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്റെ കയ്യിൽ ഒതുങ്ങിത്തരണേ. വഅൻതും തഫല്ലതൂന മിൻ യദയ്യ, നിങ്ങൾ ഇന്റെ കയ്യിൽ നിന്ന് ഊരിച്ചാടാൻ നോക്കാൻ കേട്ടോ. എപ്പോഴാണ് നമ്മൾ നബിയുടെ കയ്യിൽ നിന്ന് ഊരിച്ചാടാൻ നോക്കൽ? എപ്പോഴാണ് നമ്മൾ നബിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കുറ്റം ചെയ്യുമ്പോൾ നമ്മൾ ആരെ കയ്യിൽ നിന്ന് ഊരിച്ചാടാണ്? ഞങ്ങളെ ഊരമ പിടിക്കാണ്, നിങ്ങൾ നരകത്തിൽ ചാടാതിരിക്കാൻ. വഅൻതും തഫല്ലതൂന മിൻ യദയ്യ, നിങ്ങൾ ഇന്റെ കയ്യിൽ നിന്ന് ഊർന്ന് ചാടാൻ നോക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇന്റെ കയ്യിലൊന്ന് ഒതുങ്ങിത്തരണം. അപ്പം നമ്മൾ കുറ്റം ചെയ്യുമ്പോൾ നമ്മൾ ഊരിച്ചാടാൻ നോക്കുകയാണ് ആരെ കയ്യിൽ നിന്ന്. അപ്പം നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയുമ്പോൾ ആദ്യം ആരെ കൈക്ക് മടങ്ങണം? റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക്. നബിയെ തെറ്റുപറ്റിയതാണ്. ഞങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്ത മാതൃകക്ക്, കാണിച്ച മാതൃകക്ക് ഞാൻ എതിരെതിരുണ്ട്. മനസ്സിലായോ? സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയെ ഖുദ് ബിയദിന്റെ കൈ പിടിക്കണേ. ഇപ്പം നമ്മൾ ഈ പരിപാടി തുടങ്ങിയതിന് മുമ്പ് പറഞ്ഞല്ലോ നബി അതിൻ്റെ കൈ പിടിക്കണേന്ന് പറഞ്ഞു അല്ലേ? പറഞ്ഞല്ലോ. എന്തുകൊണ്ട്? നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ യോഗ്യനല്ല, നമ്മൾ കുറ്റവാളിയാണ്. അപ്പം നബി കൈ പിടിക്കാതെ ഈ ക്ലാസ് എടുക്കാൻ കഴിയൂല. നേരായ വഴിക്ക്, ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതുകൊണ്ട് നഷ്ടേ ഉണ്ടാവുള്ളൂ. നബിയെ എൻ്റെ കൈ പിടിക്കണേ, ഞാൻ അന്തല്ലാത്തവനാണ്. നിങ്ങളെപ്പോലെ അല്ലാഹു തആല മാത്രം കൊടുത്തൊരു വ്യക്തി ഇല്ല. എൻ്റെ വഴി അങ്ങ് പിടിച്ചാൽ പിന്നെ എനിക്കൊന്നും പറ്റൂല. അങ്ങയുടെ കയ്യോ ഖിയാമത്ത് നാൾ വരെ ആരും പിടിക്കാൻ പറ്റിയ കയ്യുമാണ്. നിങ്ങളെല്ലാവരും ഊരമ ഞാൻ പിടിക്കുന്നുണ്ട്. മനസ്സിലായില്ല? ലോകാവസാനം വരെയുള്ള എല്ലാവരും ഊരമ്മലും ആരും പിടിക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഊരിച്ചാടാൻ നോക്കണേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആരെ കയ്യിലേക്ക് മടങ്ങണം? ഈ വാക്കിൽ നിന്നാണ് ഇർതകബത്ത് ഉണ്ടായത്. അന്തല്ലാത്തവർക്ക് ശിർക്കാൻ തോന്നും. വലു അന്നഹും യളമു അൻഫുസഹും ജാഊക. മനസ്സിലായില്ലേ? ഈ മുനാഫിഖുകളെ പറ്റി അറിഞ്ഞ ആയത്തന്നെ. എടാ ഇജ്ജ് മുനാഫിഖല്ല എന്ന് ആരെ പറഞ്ഞു? ഞാൻ മുനാഫിഖല്ല എന്ന് ആരെ പറഞ്ഞു? അത് അവിടെയല്ലേ തിരിയുള്ളൂ. അവിടെ തിരിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ആരെ എണ്ണിക്കോ, ആരെ കൂട്ടത്തിൽ എണ്ണിക്കോ. നാഫഖ ഹൻളല മുനാഫിഖാന്ന് ഹൻളല റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് നാടാകെ നടന്നു പറഞ്ഞു. സിദ്ദീഖുൽ അക്ബറിനോട് ചോദിച്ചു, പറഞ്ഞു നാഫഖ ഹൻളല മുനാഫിഖാണ് പറഞ്ഞു. എന്ത് ചോദിച്ചു? എനിക്ക് നബിൻ്റെ അടുത്ത് ഭയങ്കര ഇഖ്ലാസാ. പെരി പോയാൽ ചെറിയും കളിയും പെണ്ണുങ്ങളും കുട്ടികളും തമാശയും ചാട്ടവും കളിയും, ഞാൻ മുനാഫിഖാണ് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ ആലോചിച്ചാൽ പറഞ്ഞു നാഫഖ അബൂബക്കരി, ഞാൻ മുനാഫിഖാണ് പറഞ്ഞു. ഇജ് മുനാഫിക്കാണെന്ന് എനിക്ക് തോന്നാത്തത് ഇജ് അമുക്കായതുകൊണ്ടാണ്. ഞാൻ മുനാഫിക്കാന്ന് എനിക്ക് തോന്നാത്തത് അമുക്കായതുകൊണ്ടാണ്. എങ്ങായി ആരാടാ മുനാഫിക്കല്ലാത്തത്? ആർക്കാ പറയാൻ ഞാൻ മുനാഫിക്കല്ല പറഞ്ഞത്? മനസ്സിലായോ? സിദ്ദീഖുൽ അക്ബർ ഞാൻ മുനാഫിക്കാന്ന് മനസ്സിലാ. പിന്നെ തീരുമാനിക്കൽ അവിടെ എത്തിയിട്ടല്ലേ? അത് അവിടെ എത്തിയിട്ട് തീരുമാനിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് മടങ്ങാൻ പറ്റൂലല്ലോ. ഞാൻ മുനാഫിക്ക അല്ലാന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ അങ്ങനെയൊക്കെ കാട്ടി, മുനാഫിക്കാണല്ലേ, ഞാൻ ഒന്നുകൂടി പോയി തരാം. നടക്കൂല. അപ്പം ഇപ്പം ലിസ്റ്റിൽ ആരും എണ്ണിക്കോ മുനാഫിഖുകളെ പറ്റി പറയാത്തത്. ഞാനും ഇയ്യും നമ്മളിൽ ആരായിട്ട് എണ്ണണം? മുനാഫിക്കളെങ്ങായി നമ്മളൊക്കെ. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു റഹ്മത്ത് ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഒന്ന് വാങ്ങി അവിടെ കൊടുക്കും. ഇത് മുനാഫിക്കിന് പണിയല്ലേ നമുക്കും? രണ്ട് മുഖമുള്ളവർ അന്ത്യനാളിൽ അധികരിക്കും.
ഈ ഷജറിൻ്റെ കൂട്ടത്തിൽ കൂടിയ ഷജറയാണ്, മജറിൻ്റെ കൂട്ടത്തിൽ കൂടിയ മജറയാണ്. ഏതാണ്? ഷജറക്കാർ വിചാരിച്ചു ഷജറയാണ്, മജറക്കാർ വിചാരിച്ചു മജറയാണ്. ജാരാ ഷജറി അല്ല മജറ, മുനാഫിക്ക. മീനിൻ്റെ കൂട്ടത്തിൽ കൂടിയാൽ ഇത് എന്ത് ചെയ്യുമെന്നറിയോ? വാലാട്ടി കൊടുക്കും. പാമ്പിൻ്റെ കൂട്ടത്തിൽ കൂടിയാൽ ഇത് തലയും കാട്ടി കൊടുക്കും. മനഞ്ഞില്ല, മനഞ്ഞില് ഇറങ്ങാനാണ്. മനഞ്ഞില് അറിയോ? ആ മീനാണ്. ആയിക്കോട്ടെ, ഓരോ നാട്ടിൽ ഓരോ ഭാഷയാണ്. ആയിക്കോട്ടെ, സാധനങ്ങൾക്ക് മനസ്സിലായില്ലേ? ചേതന്നല്ലേ? ഷജറിൻ്റെ എത്തിയാലും ഷജറാണ്, മജറിൻ്റെ എത്തിയും മജറാണ്. എനിക്ക് അവിടുന്ന് മുണങ്ങണം, ഇവിടുന്ന് മുണങ്ങണം. അങ്ങനെ ഓരോ കൊടുക്കണ കിറ്റ് എനിക്ക് വാങ്ങണം. അതിൽ ഷജറക്കാർ കൊടുക്കണ കിറ്റ് എനിക്ക് കിട്ടണം, മജറക്കാരെ കുട്ടികൾ എനിക്ക് കിട്ടണം. എനിക്ക് നല്ല പെരുന്നാൾ കഴിച്ചു, എനിക്ക് അത്രയും ആവശ്യം. എനിക്ക് പെരുന്നാൾ ഉഷാറാക്കണം. ഷജറക്കാർ ചക്കാത്ത് കൊടുക്കും, ഔജ് വാങ്ങും. മജറക്കാർ ചക്കാത്ത് കൊടുക്കും, ഔജ് വാങ്ങും. ഷജറക്കാരുടെ സമ്മേളനത്തിനും അയാൾ കാലും പറപ്പിച്ച് മേലെ കൊത്തി കൊടുത്തു. മജറക്കാരുടെ സമ്മേളനത്തിനും അതിന് അങ്ങനത്തെ ഒത്തിരിക്കും. ജാര എനിക്ക് 25 മീറ്റർ താലിയൊക്കെ ഇട്ടിട്ട് വെച്ച് പാള് മുനാഫിക്കാം. ഇവിടെ കിട്ടിയത് അവിടെ പറയും, അവിടെ കിട്ടിയത് ഇവിടെ പറയും. ഇങ്ങനത്തെ ആളുകളാവും അന്ത്യനാളിൽ ഭൂരിപക്ഷവും. അതപ്പത്തെ പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം പറഞ്ഞില്ല. ഇപ്പോഴത്തെ പ്രശ്നം അതാ. ഏകദേശം ആളുകളൊക്കെ ആരാ? മുനാഫിക്ക. മുനാഫിക്കുകളെ പറ്റിയുള്ള ആയത്താ. ഞാനൊക്കെ പഠിച്ചോ പൂർത്തിയാണെങ്കിൽ ആദ്യം മുനാഫിക്കിൻ്റെ കാഷ്ടൊന്ന് കോരണല്ല എൻ്റെ തടിമെന്ന്. അതിന് ജാതി ആരടുത്ത് പോകണം? സുൽത്താനത്തെ ആയത്ത് പറഞ്ഞട ചങ്ങായി. അപ്പം കണ്ണിനീരൊലിപ്പിച്ച് ഈർത്തൊക്കെ പുത്ത് തന്നെ ചെല്ലണം. ഇത് നബിയെ ഉള്ളിൽ കയറ്റിയിട്ട് മദീനത്ത് പോകണം. നബിയെ ഉള്ളിൽ കയറ്റി പോകണം. മദീനത്തെ ഷവർമ്മ എന്നാൻ പോയിട്ട് കാര്യമല്ല. അൽബൈക്കുണ്ട് ആ മദീനത്തിന്. ആ ചേർത്താൻ കഴിഞ്ഞാൽ അപ്പുറത്തിന് വലിയ അൽബൈക്ക് 10 റിയാൽ കൊടുത്താൽ മതി, 4 അൽബൈക്ക് കിട്ടും. അൽബൈക്കിൻ്റെ ബ്രോസ്റ്റ് തിന്നാൻ വേണ്ടി മദീനത്ത് വെച്ച് കാര്യമല്ല. എൻ്റെ ഉള്ളിൽ ആര് കയറണം? പറയടേ എങ്ങായി റസൂലുള്ളാഹി കയറണം. മദീനത്തെത്തുമ്പോൾ അതിന് ചെരുപ്പ് വയ്ക്കണം. അങ്ങനെ മുഅ്മിനീങ്ങൾ പള്ളിയല്ലല്ലോ, മദീനൻ്റെ ഗേറ്റ് ഇറങ്ങാൻ ചെരുപ്പ് വയ്ക്കുന്ന ആളുകളുണ്ട്. ഞാൻ റബ്ബിൻ്റെ സഹായത്തിൽ ചവിട്ടിയിട്ടില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? മദീനൻ്റെ ഗേറ്റ്, മദീന പ്ലാറ്റ്ഫോമില്ലേ, പുറത്തെ പ്ലാറ്റ്ഫോം, അതിൻ്റെ ഗേറ്റ് എത്തുമ്പോഴത്തേനും ജന്തി ഏറ്റവും അവസാനം ആ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേനും എന്താക്കണം? ചെരുപ്പ് എടുത്തിട്ട് എൻ്റെ ഇടത്തെ കയ്യിൽ പിടിക്കണം, അല്ലെങ്കിൽ അവിടെ പറിച്ചേക്കണം. പ്ലേറ്റ് വരുമ്പോൾ പോയി 5 റിയാൽ ഇനിയും കൊടുക്കണം. ആയിക്കോട്ടെ, ജൈനും കൂടി 5 റിയാൽ കണക്കാക്കി ഇവിടുന്ന് പോയിക്കോ. മദീനത്തെ ഓരോ ദിവസം ചെരുപ്പ് വത്തച്ചാൽ 5 റിയാൽ പോവും. ആയിക്കോട്ടെ, 5 റിയാൽ അതിനും കൂടി കണക്കാക്കി പോയാൽ മതി. ഓരോ വക്കത്തും ചോര ചെരുപ്പ് വാങ്ങിക്കോ, എന്നാലും എനിക്ക് ലാഭമാണ്. അതേ സമയത്ത് അവിടെ ചെരുപ്പിട്ട് ചവിട്ടിയാൽ എനിക്ക് നഷ്ടമാണ്. ആരാണ് ആ കിടക്കണത്? അതെൻ്റെ വാപ്പയാണ്, എൻ്റെ റൂഹിൻ്റെ വാപ്പയാണ്. അനക്ക് രക്ഷപ്പെടുത്തി തരുന്ന ആളാണ്, എന്നെ മൂമിനാക്കുന്ന ആളാണ്. തിരിഞ്ഞില്ല. ജാരടാ മുനാഫിക്കാണ്. എന്നെ മൂമിനാക്കി തരുന്ന ആരാ? റസൂലുള്ള. അർത്ഥം വെക്കുക എങ്ങനെ? മുസാഫെടുത്ത് കൊടുക്കുക എങ്ങനെ സാധിക്കുക? ഇവർക്ക് ഓരോരുത്തർ മുസാഫെടുക്കുക. ആയത്ത് നോക്ക്, മുസാഫെടുക്കുക ആയത്ത്. എന്താണ് നിങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ പോയാൽ മതി വന്ന് ഇരിക്കണേ. ആയത്തെടുക്കടോ. ആരുടെ മുനാഫിക്കല്ലാത്ത? ഒക്കെ മുനാഫിക്കല്ലേ. നാഫക്ക അബൂബക്കർ സിദ്ദീഖിന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരുടെ എങ്ങായി? ഞാൻ ആരുടെ എങ്ങായി? എൻ്റെ തലയെക്കെട്ട് മനുഷ്യന്മാരെ പൈസ അങ്ങനല്ലേ? എൻ്റെ ഉള്ളിൽ ആലോചിച്ച മുനാഫിക്കല്ലേ? എൻ്റെ ഉള്ളിൽ ആലോചിച്ച മുനാഫിക്കല്ലേ? ഞാൻ ഈ കോട്ടും കൊണ്ടിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാനല്ലേ? കോട്ടിൽ നിങ്ങൾ വന്ന് ഇരിക്കൂല. നമ്മളെക്കാളോ എന്താ മുമ്പേ പ്രത്യേകത? അവർക്ക് കോട്ടും കൂടി ഉണ്ട്. എന്നാ പോവാ കാസിമിൻ്റെ ക്ലാസ്സിൽ പോകുക. എന്താ ഇപ്പോൾ മൂപ്പർക്കായിട്ട് പ്രത്യേകത? മൂപ്പർക്ക് ഒരു കോട്ടും കൂടി ആറട്ടോ മൂപ്പര്. എന്നാ പോവാ. അപ്പം ഞാനെന്തേ? ഞങ്ങളെ മുന്നിൽ ആളാകാൻ വേണ്ടിയാണ് ഈ ചൂടത്തി കൂട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ പെണ്ണുങ്ങളെത്തിയ എല്ലാം കഴിച്ചിടും. കോട്ടുണ്ടാവില്ല, കുപ്പായം ഉണ്ടാവില്ല. അപ്പോഴാണ് ഒറിജിനൽ ഞാൻ.
ഇതൊക്കെ നിങ്ങളെ പറ്റിക്കുന്ന പരിപാടികളാണ്. നിസാ 64 എടുക്ക്, നോക്ക് മുസാഫ് നോക്ക്. അതെ 64-ാമത്തെ ആയത്തിന്റെ പകുതി മുതൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അന്നഹും ആ മുനാഫിക്കുകൾ ഇളമൂ അവർ അതിക്രമം പ്രവർത്തിച്ചു അൻഫുസഹും അവരോട് തന്നെ. ഒരാൾ മുനാഫിക്കാകുക എന്ന് പറഞ്ഞാൽ അക്രമം പ്രവർത്തിക്കുക ആരോട് തന്നെയാണ്? ഓനോടാണോ ചെയ്യും? നരകത്തിൻ്റെ അടിത്തട്ട് കിടക്കേണ്ടി വരും. എന്നിട്ട് ജാഊക മുനാഫിക്കിൻ്റെ ലക്ഷണമൊക്കെ നമ്മളെ മേലുണ്ടല്ലോ. എന്താണില്ലാത്തത്? ഇതാ കഥബ വർത്താനം പറഞ്ഞാൽ അടിക്ക് നുണ കയറ്റും. ഇതുമിനെ ഖാന വിശ്വസിച്ചാൽ ചതിക്കും. വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും. ഒക്കെ എന്താ നമുക്കില്ലാത്തത്? മനസ്സിലായില്ലേ? ഇവിടെ ഒരു മുഖവും വേറെ മറ്റൊരുത്തൊരു മുഖവും. ഇതല്ലേ നമ്മുടെ സ്വഭാവം. അപ്പം നമ്മൾ ആരെന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഞാൻ മുനാഫിക്കാന്ന് പറഞ്ഞത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വിനയാണ്. നമ്മൾ മുനാഫിക്ക് എന്ന് പറഞ്ഞ ഒറിജിനലാണ്. അപ്പം നമ്മൾ മുനാഫിക്കാണെങ്കിൽ എവിടെ പോണം ചങ്ങായി? ലോകാവസാനം വരെയുള്ള മുനാഫിക്ക് രക്ഷപ്പെടണമെങ്കിൽ എവിടെ പോണടാ? അത് പറയടാ. ഇത് നബിൻ്റെ കാലം. ഇപ്പോഴും ആരടുത്ത് പോകണം? നബിൻ്റെ അടുത്ത് പോകണം. മദീനത്ത് പോകാൻ എനിക്ക് കഴിയൂലെങ്കിൽ പിന്നെ എൻ്റെ മനസ്സിൽ ആരെ കൊണ്ടുവരണം? ഹബീബായ നബിയെ ചതിച്ചു. മുസ്ലിമായി അഭിനയിച്ചു. ആരെപ്പ ചതിച്ചേ? പറ. അള്ളാഹ് റസൂലിനെ ചതിച്ചേ. അപ്പൊ ആദ്യം ആരോട് കരയണം? റസൂലുള്ളാഹിനോട് കരയണം. അപ്പൊ റസൂലുള്ളാഹി എന്ത് ചെയ്യും? റസൂൽ അവർക്ക് പൊറുക്കലിന്റെ റബ്ബേ സംഗതിയും പോക്കന്നെയായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു, ഒരു മാപ്പ് കൊടുക്ക്. അപ്പോൾ അള്ളാഹുവിനെ നിങ്ങൾക്ക് എത്തിക്കാം. തവ്വാബർ റഹീമാ, കരുണയുള്ളവനായ തൗബ സ്വീകരിച്ചവനായിട്ട്. എന്തേ എവിടെ വന്നു? റസൂലുള്ളാഹിനെ വന്നു. റസൂലുള്ളാഹി പറഞ്ഞ മനസ്സിലാണ്ടോ? ഞാൻ മുനാഫിക്കല്ലേ? സിദ്ദീഖ് റളിയല്ലാഹുവിന് ഭംഗി വാക്കാ. സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒറിജിനൽ വാക്ക് പറഞ്ഞാണെങ്കിലും നമ്മക്കത് ഭംഗി വാക്കാം. നമ്മൾ മുനാഫിക്കാരനോ? ഒറിജിനൽ എവിടെ കൂടിയാലും വിത്തന ഉണ്ടാക്കും. മുനാഫിക്ക് നോഭാവല്ലേ? അത് നമ്മളെ നോഭാവല്ലേ? എവിടെ കൂടിയാലും വിത്തന ഉണ്ടാക്കും. ഒരു പള്ളിക്കാരെ പറ്റി നമ്മളുണ്ടെങ്കിൽ അടിച്ചേ പിരിയുള്ളൂ. ഒരുത്തനും ഒരു ചങ്ങായും കൂടി കൂറുകാരായി നല്ല നിലക്ക് കച്ചവടം ചെയ്ത് ഇങ്ങനെ പോണതിനിടയിൽ നമ്മളെയും കൂടി കയറ്റിയാൽ നമ്മളെങ്ങനെയെങ്കിലും ഒരു തരത്തിൽ എടുക്കും. പിന്നെ മറ്റൊന്ന് ചെയ്യും. പിന്നെ നമ്മൾ ഒറ്റക്കാക്കും. ദാറുബാവ പക്ക മുനാഫിക്ക്. അതിനലജി എന്നെ കൂട്ടിയ കഴിഞ്ഞില്ലേ? ഒരു പെരീക്ക് നോമ്പറക്കാൻ ചെന്നാണ് ഓൻ്റെ പെണ്ണുങ്ങളെങ്ങാനും എന്തെങ്കിലും കറി വിളമ്പിയാൽ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഓളെ കണ്ടാൽ എങ്ങനെയെങ്കിലും ഓളെ മാട്ടിയിട്ട് പിന്നെ അത് എൻ്റെ താക്കും. പിന്നെ ഓളെയും കൊണ്ട് ചാടിപ്പോവും. അവസാനം കാര്യം തീർത്ത് അവസാനം എന്താക്കും എന്നറിയോ? എൻ്റെ സ്വന്തമായിട്ട് കുറച്ച് കാലം മദ്രാസിലോ സേലത്തോ പാർക്കും. പിന്നെ നിലമ്പൂർ മൂത്തേടത്തൊക്കെ തന്നെ വന്ന് പാർക്കും. പിന്നെ എനിക്ക് ആകെ മുങ്ങിയക്കുള്ളിലെത്തില്ലേ? എൻ്റെ പെണ്ണായത് ഓനെന്നെ എനിക്കൊന്ന് നോമ്പറക്കാൻ വിളിച്ചു. അതോട് ഓൻ്റെ പെണ്ണുങ്ങൾ എൻ്റെതായി. എൻ്റെ പേര് എൻ്റെ ഔലിയപ്പാപ്പാന്നോ? എൻ്റെ പേരെന്താടാ? മുനാഫിക്ക്. അല്ലാഹു കാക്കട്ടെ. അല്ലേ പറേ? അതുപോലെ അന്നഹും ഈ മുനാഫിക്കുകൾ അതിക്രമം ചെയ്തു അൻഫുസഹും അവരോട് തന്നെ. എന്നാൽ ജാഊക അവരാദ്യം ചതിച്ചതാര്യ? ഇസ്ലാമാണ് ഞാൻ മേനി നടിച്ച് നടക്കുക, നിസ്കാരം നോമ്പൊക്കെ അങ്ങനെ നടത്തുക. ഉള്ളിൽ ഇവൻ ആരാ? മുനാഫിക്ക്. എങ്കിലും അവൻ ആദ്യം ചതിച്ചതാര്യ? മുത്തിനബി യേശു. അവൻ ആദ്യം ആരെടുത്ത് വരണം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന റസൂലുള്ളാഹി പറഞ്ഞാൽ ഉള്ളി തട്ടിയിട്ടില്ല. ഉള്ളി തട്ടിക്കണമെങ്കിൽ ഈ കളിയും കളിക്കൂല. അപ്പോൾ അവൻ ചതിച്ചതാര്യ? നബി നിങ്ങളെയാ. അപ്പോൾ അവൻ ആദ്യം എൻ്റെ അടുത്തേക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്നറിയല്ലേ വേണ്ടേ? നിങ്ങളെടുത്ത് വരണം. ഇത് ആയത്താണടാ. ഹദീത്താണെങ്കിൽ പറയാതില്ല. ഇപ്പോ
ആയത്തിനെ ദഈഫാക്കുന്ന മെഷീൻ ഇറങ്ങിയിട്ടില്ല. സിദ്ദീഖുൽ അക്ബറിനെ വരെയും കാഫിറാക്കിയ ആളുകൾ ഇറങ്ങി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നഊദു ബില്ലാഹ് നഊദു ബില്ലാഹ്. നിങ്ങൾക്ക് വേറെ എളുപ്പമുണ്ട്. ആയത്താണത്. നോക്ക് ഒന്നുകൂടി വലവന്നഹും ഈ മുനാഫിക്കുകൾ ഇളലമു അവരതിക്രമം ചെയ്തു അംഫുസവും അവരോട് തന്നെ എങ്കിൽ ജാഊക അവർ അങ്ങയുടെ അടുത്ത് വരണം. എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ് എന്നിട്ട് കരയണം. അല്ലാ ഞാൻ എൻ്റെ നബിനെ ചതിച്ചല്ലോ, അല്ലാ ഞാൻ എൻ്റെ നബിനെ ചതിച്ചല്ലോ എന്ന് എവിടുന്ന് പറയണം? റസൂലുള്ളാഹിന്റെ അടുത്തുനിന്ന് പറയണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മനസ്സിൽ ഇരുത്തിട്ട് പറയണം. അപ്പോൾ അത് കാണുമ്പോൾ ആരും പറയും. ഇന്ന് ജീവിച്ചിരിക്കുന്ന റസൂൽ റൗളത്തു ഷരീഫയിൽ ബഹുമാനപ്പെട്ട ഖുബ്ബത്തുൽ ഖദറാഇന്റെ താഴെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹബീബായ നബി പറയും, നിന്റെ കണ്ണുനീര് ആത്മാർത്ഥാണെങ്കിൽ റബ്ബേ ഒന്നാന്റെ നാട്ടിലെ റഹ്മത്തുള്ളാഹിയാണ്, ആള് മോശമാണ്, എന്നാലും കരഞ്ഞല്ലോ പുറത്തു കൊടുക്ക് എന്നും പറയും. ആര്? ഹബീബ റസൂലുള്ളാഹ്. അപ്പോൾ പിന്നെ അവർക്ക് എത്തിക്കാൻ കഴിയും അള്ളാഹുവിനെ തൗവാബൻ തൗബ സ്വീകരിച്ചവനായിട്ടും റഹീമൻ കരുണ ചെയ്തവനായിട്ടും. പിന്നെ അവരുടെ ജീവിതത്തിന് തന്നെ ഒരു ആനന്ദം ഉണ്ടാവും. ആ ആനന്ദം ഈ തൗബ സ്വീകരിച്ചതിന് ഫല. ചില മജ്ലിസ് കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു റാഹത്ത് തോന്നുന്നുണ്ടല്ലോ. ആ മജ്ലിസ് റബ്ബ് കബൂലാക്കിന് അടയാളാണ്. ഒരു നോമ്പടെ കഴിഞ്ഞ നോമ്പിൻ്റെ അവസാനത്തെ ദുആ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ കൊല്ലവും പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാഹു നമുക്കൊക്കെ എനിക്കും ഞാൻ ഇക്കൂട്ടത്തിൽ ഏറ്റവും മോശം ഞാനാണ്. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പം നമ്മൾ അവസാനം ഇരിക്കണം ആ ദുആയും ബാങ്ക് പൊട്ടി കണ്ണീര് വാർക്കണ നേരത്ത് അവസാനത്തെ ബാങ്ക് ശവ്വാൽ 1 ബാങ്കാണ് തുളിച്ചു. ആര്? മുക്രി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ്. അപ്പം നമുക്കൊരു സുഖം. പിന്നെ ആ നോമ്പ് തുറക്കാനൊരു സുഖം. പിന്നെ പെണ്ണുങ്ങളെ കുട്ടികളെയും കാണാനൊരു സുഖം. പിന്നെ അമ്മായിനെയും ഒക്കെ ഒന്ന് പോയി കണ്ട് ഒരു 10, 100, 50 ഒക്കെ ഉറുപ്പ്യ അവനാക്ക് നമ്മളെ കയ്യിൻ്റെ ശേഷി അനുസരിച്ച് പോലെ പെരുന്നാൾ രാവിനൊന്ന് സന്തോഷിപ്പിച്ച് ഫിത്ർ സക്കാത്തൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അപ്പം നമുക്കൊരു അന്നൊരു സന്തോഷം. എന്തേ കാരണം? നമ്മളെ അമൽ അല്ലാഹു തആല കബൂലാക്കിന് അടയാളാണ് കാണുന്നത്. മറ്റേ ആ ഭാരം അപ്പുറം തൂങ്ങി അവിടെ കിടക്കും. ഇപ്പം ഭാരമല്ല, എന്തോ തടിമെന്ന് ഇറക്കി വെച്ച മാതിരി എന്ന് തോന്നാറില്ലേ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ? ഉണ്ടോ അല്ലേ? അത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു അടയാളം അല്ലേ? ഒരു ദുആ കഴിഞ്ഞ് ഒരു കണ്ണുനീര് ഒലിപ്പിച്ച് പൊട്ടിയുടെ കരഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് കരയും, ചിലപ്പോൾ വന്ന് വൈകുന്നേരം കരയും. ഓക്കെ, പിന്നെ റാഹത്ത. അതിന് മുമ്പ് എന്തും നമുക്ക് റാഹത്ത് കിട്ടില്ല. പിന്നെ കുട്ടികളെയൊക്കെ കൂട്ടിയിരുത്തി ഒറ്റക്കൊന്നും തിന്നുന്ന എല്ലാവരും നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. എന്ത് ഭക്ഷണം കഴിക്കാം? ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. നമുക്കത് അവസാനത്ത് മുമ്പുറക്കാം. എല്ലാവരും ഒന്നിച്ചിരിക്കി നമുക്ക് ഒന്നിച്ച് മുമ്പുറക്കാം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ? നമുക്ക് എന്തോ ഒന്ന് ഇറക്കി വെച്ചതുപോലെ തോന്നി. ആ സന്തോഷം. തുണിയും കുപ്പായൊക്കെ വാങ്ങാൻ കുട്ടിയൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്, ചെരുപ്പ് വാങ്ങാൻ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുത്തിൻ്റെ ചെരുപ്പ് ശരിയായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? ആ ചെരുപ്പ് ഇതിനേക്കാൾ നല്ല ചെരുപ്പ് വാങ്ങാൻ ഓനെ മൂത്ത മകനും കൂടി അത് കഴിഞ്ഞപ്പോൾ 1000 രൂപയും കൊടുത്ത് അങ്ങാടി കുറഞ്ഞയച്ചു. ഓളെ പൊറ്റ വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ നമുക്ക് തോന്നാനുള്ള കാരണം എന്താ? നമ്മളെ മനസ്സിൽ നിന്ന് എന്തോ ഇറക്കിച്ചു. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഇറക്കിക്കലാവില്ല. ഇല്ല വജദുല്ലാഹ. അപ്പോൾ അവർ അള്ളാഹുവിനെ എത്തിക്കും. ഫി അൻഫുസി, അവരെ ഉള്ളിൽ തന്നെ എത്തിക്കും. കാരണം അവർക്ക് വേണ്ടി ആര് തേടി? പറഞ്ഞില്ല മോനെ, ആയത്ത് നോക്ക്. അവര് പൊറുക്കലിനെ തേടിയാലും പോരാ, അവരെ അവസ്ഥ കണ്ട് ആര് പൊറുക്കലിനെ തേടണം? റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. റസൂൽ പൊറുക്കലിനെ തേടണം. ആ പഠിച്ചോനെ പുറത്തു കൊടുക്ക്. എൻ്റെ സമുദായത്തിൽപ്പെട്ട അവറാൻകുട്ടിയാണ്, പുറത്തു കൊടുക്ക്. ഒരാൾ വെച്ചോനെ തന്നെയാ, ചെപ്പ തിരക്കല്ല, നന്നായിട്ടുണ്ട്, പുറത്തു കൊടുക്കുന്ന ആര് പറയണം? അപ്പോൾ ലവജതുല്ലാഹ, അവരല്ലാ. അപ്പം മർമ്മ എവിടെയാ? എല്ലാവരും എവിടെ? ഞാൻ ഇപ്പം 2 സ്ഥലങ്ങൾക്ക് കാണിച്ചു. ഒന്ന് ദ്വാന്റെ മർമ്മ റസൂലാണ്. നബി അങ്ങയിലൂടെ അവരെന്നെ അന്വേഷിച്ചു വരണം. ഇപ്പം ഇസ്തിഗ്ഫാർ ഏറ്റവും വലിയ എല്ലാ കോട്ട ഒഴിവാക്കാനും എല്ലാ നേട്ടം നേടാനും മർമ്മ എന്താണല്ലോ? ഇസ്തിഗ്ഫാറല്ലേ? ആ ഇസ്തിഗ്ഫാർ കെട്ടിച്ച് ആരെ മേലാണ്? സുബ്ഹാന മേലാണ്. ഇത് വിശ്വാസത്തിലെ
മോശത്തരാപ്പി പറഞ്ഞു, കർമ്മത്തിൽ മോശത്തര അപ്പുറത്തുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നബിയ റസൂലുള്ളാഹിനെ മാറ്റണ്ട, റസൂലുള്ളാഹിനെ മുന്നിൽ വെച്ചാളാ, റസൂലുള്ളാഹിനെ മുന്നിൽ വെച്ചാളാ, രക്ഷപ്പെടും. ഇത് ആയത്താണ്, ഇത് ഖുർആന്റെ ആയത്താണ്. ഇത് മുനാഫിക്കുകളെ പറ്റി അറിഞ്ഞ ആയത്താണ്. ഞാനും ഇജൊക്കെ ആരെന്നെയാണ്? മുനാഫിക്കടെ എങ്ങായി. ഞാൻ മുനാഫിക്കാണ്. കാരണം എനിക്ക് എൻ്റെ റബ്ബിനോടുള്ള ബൈഅത്ത് പൂർത്തിയാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരു ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, ആ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക വസ്തതഅതു. പറയുമ്പോൾ ഒരു പുളി എനിക്ക് തോന്നലുണ്ട്. വഅന അലാ അഹദിക, ഞാൻ നിന്റെ കരാറ്, വഅദിക, നിന്റെ വാഗ്ദത്തിനുള്ള പ്രതീക്ഷിച്ച കർമ്മവും ചെയ്യുന്നുണ്ട്. മസ്തതഅതു, നിന്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ടോ? മനസ്സിലായില്ല. ഞാൻ നിന്നോടുള്ള കരാർ, ആലമുൽ അർവായിൽ വെച്ച് ഞാൻ നിന്റെ ദാസനായിക്കോളാം എന്ന കരാറും, എൻ്റെ പിന്നെ എനിക്ക് നീ വാഗ്ദത്തമാക്കി വെച്ച സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തോളാം എന്ന കരാറും, നിന്റെ പൊരുത്തത്തിന് വേണ്ടി പണിയെടുത്തോളാം എന്ന കരാറും, ഈ കരാറെല്ലാം നമ്മൾ ആരുമായി ഉണ്ട്. അതിന് ഞാൻ പണിയെടുക്കുന്നുണ്ട്. മസ്തതഅതു, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉണ്ടോ? ഞാനില്ല, പക്ഷെ പറയുന്നേ ഉള്ളൂ. എനിക്ക് ആ ദിക്ർ ചെല്ലുമ്പോഴൊക്കെ പേടിയാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ തെറ്റായോ? പക്ഷെ ഒരു താബുദ്ധിയാണ്, ഒരു ഇബാദത്ത് എന്നൊക്കെ ചെയ്യാണ്. കാരണം നമ്മളങ്ങനെ ചെയ്യണില്ല. എൻ്റെ കുട്ടികളത് മനസ്സിലാക്കണം കേട്ടോ മക്കളെ, ഞങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ എന്നും ഒരു ഇടങ്ങേറുണ്ടായില്ല. കാരണം ഞാൻ എനിക്ക് കഴിയുന്നതിന് അത്ര ഞാനത് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ റബ്ബിനോട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ചത് ചെയ്യണില്ല. പിന്നെ എങ്ങനെയാ പറയുന്നത്? പിന്നെ അത് അള്ളാഹു മുത്തുനബി ഈ ദിക്റാണ് ചെല്ലിയ അങ്ങക്കല്ല പൊറുത്തേരുന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലിയാണ്. പക്ഷെ അതിൽ ഉള്ളടങ്ങിയ വാക്കിനനുസരിച്ച് ഒരു ആത്മാർത്ഥത നമ്മളിൽ ഇല്ല. സത്യല്ലേ? അർത്ഥം വെക്ക കുട്ടിയെ, എന്നിട്ട് ചെയ്യുന്ന അർത്ഥം വെച്ചിട്ട് ചെല്ലുമ്പോൾ എനിക്ക് പുള്ളി ഉണ്ടാവും. അവിടെ എനിക്കുണ്ടായിട്ടുണ്ട്, ഈ ഇന്നലെ വരെ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹുവേ അൻത റബ്ബി, ഇജാണ് എൻ്റെ റബ്ബ്. അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാത്ത ഇലാഹില്ല. ഖലഖ്തനി, നീയാണ് എന്നെ പഠിച്ചത്. വാന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വാന, ഞാന് അലാ അഹദിക വഅദിക, നിന്നോട് ആലമുൽ അർവായിൽ വെച്ച് ചെയ്ത കരാറുമ്മലുമാണ്. നിന്റെ പൊരുത്തവും സ്വർഗവും തരാമെന്ന വാഗ്ദത്തത്തിന്റെ പ്രതീക്ഷയിലും പണിയെടുക്കുന്നുണ്ട്. മസ്തതഅതു, നിന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ടോ? ഞാനില്ല. അപ്പൊ ഞാൻ നിന്റെ ദുആയിലും ആരെന്നെയാണ്? മുനാഫിക്കാണ്. എല്ലാ അവസാനം ഒഴിവാക്കിയിട്ട് ഇപ്പൊ പടച്ചോനോട് പറഞ്ഞു മുനാഫിക്കാൻ. ഞാൻ മുനാഫിക്കാണ്, നിങ്ങളത് എനിക്കറിയില്ല. ഞാൻ മുനാഫിക്കാണ്. ഇനി റബ്ബ് രക്ഷപ്പെടുത്തണം. അതിന് ആരെടുത്ത് പോകണം? സുൽത്താനെ ഇവിടെ വെക്കണം. ഇവിടെ നിൽക്കരുത്, എടുക്കൂല. ആകെ പ്രതീക്ഷ റസൂലുണ്ട്. ഒരു കൂട്ടരുണ്ട് ഇപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട്. മനസ്സിലായ? കുറച്ച് കൂട്ടർ മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേരളത്തിൽ. ഇൻഷാ അല്ലാഹ് 9 നാളായിട്ട് എനിക്ക് മുആവിയന്റെ കരളിന്റെ കഷ്ണം എന്തുകൊണ്ട് യസീദിന്റെ വാപ്പയെന്ന് എനിക്കോട്ടില്ല. മുആവിയ എനിക്ക് എൻ്റെ കരളിന്റെ കഷ്ണം എന്തുകൊണ്ട്? എൻ്റെ മുത്തുനബിയുടെ സ്വഹാബിയ. മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിച്ച ഞാൻ നബിനെ അബൂതലിബ് വലിയ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഹുസൈനെ വലിയ ഇഷ്ടപ്പെടുന്ന ആളാണ്. യസീദ് എൻ്റെ പെട്ടാളാണ്. ആരെ കൊന്നത്? ഹുസൈനെ കൊന്നത്. പക്ഷെ മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിച്ചാൽ വെറുതെ വിടൂല. അത് സ്വഹാബിയാണ്. ഒരു കന്യാനപ്പുറത്തൊരു മകൻ ഉണ്ടായത് ഈ മഹാൻ എന്ത് ഉത്തരവാദിയാ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അതിനുള്ള സുന്നി മതി. മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കാൻ ഞങ്ങളെ ജീവള കാലത്ത് വയ്ക്കൂല. മുആവിയ റളിയല്ലാഹു അൻഹു മകൻ തന്നെയാണ് ആര്? യസീദ്. വേറെ വിഷയം, അത് വേറെ വർത്താനാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ആരാണ്?
സുൽത്താൻ സ്വഹാബി, ആ സ്വഹാബിക്കൻ നുജൂം, എൻ്റെ സ്വഹാബികൾ നക്ഷത്രങ്ങൾ. മുത്തനബി പറഞ്ഞ ഞങ്ങളെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ വിടൂല നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞങ്ങളെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ വിടൂല. എന്തുകൊണ്ട്? ഞങ്ങളെ മുത്തനബിന്റെ സ്വഹാബിയാ, ഞങ്ങൾ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ വിടൂല. ബാക്കി വേറെ വർത്താനം. മനസ്സിലായോ പറഞ്ഞത്? ഞങ്ങൾക്ക് ആകെ ഒരു മുതലുള്ളത് ആരാ? ബാക്കിയൊക്കെ മുനാഫിക്കാ. നമ്മളെ കൽബിലെല്ലാം മുനാഫിക്ക. ഞങ്ങളോട് പറഞ്ഞില്ലേ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നേരത്തെ എനിക്ക് മനസ്സിൽ ബേജാറുണ്ടായാലുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ ചെല്ലുമ്പോഴും നിങ്ങളെ മുന്നിൽ നമ്മൾ വെള്ളിയാഴ്ച ചെല്ലിത്തരുണ്ടല്ലോ, അപ്പോഴൊക്കെ എനിക്കൊരു ബേജാറുണ്ടാവും. പഠിച്ചു എന്ത്? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്ക് നിന്റെ പൊരുത്തം കിട്ടാനോ ആലമുൽ അർവാൽ വെച്ച് കരാറിലോ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യണില്ലല്ലോ ഞാന്. പിന്നെ എന്തിനാ ഞാനത് പറയണേ? അപ്പൊ ആലോചിക്കും, അത് നബി പറഞ്ഞെന്ന് പറയാണ്. അല്ലാതെ നമ്മൾ അതിൻ്റെ ആള് നബി പറഞ്ഞ വാക്ക് നമ്മളെ നാവിലൂടെ നടത്തിയ ബർക്കത്തോട് രക്ഷപ്പെട്ടെങ്കിലുണ്ട്. ഇപ്പൊ നബി പറഞ്ഞു കൊടുത്തൊരു വാക്കാണല്ലോ എന്ത്? പറ മക്കളെ, നബി പറഞ്ഞു കൊടുത്ത വാക്കാണല്ലോ എന്ത്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വഅദിക മസ്തതഅതു എന്ന വാക്ക് ആര് പറഞ്ഞു കൊടുത്താണ്? റസൂൽ പറഞ്ഞു കൊടുത്തു എന്നൊരു ബർക്കത്ത് ആ പദത്തിനുണ്ടല്ലോ. അത് നമ്മളെ നാവിലൂടെ നടത്തിയപ്പോ ഒരു ബർക്കത്ത് നമ്മളെ നാവിന്റെ ഉമിനീരിനുണ്ടാവുമല്ലോ. അതുകൊണ്ട് രക്ഷപ്പെട്ടെങ്കിൽ മതി, അല്ലാതെ വാക്ക് പാലിക്കാൻ കഴിയൂല. അപ്പൊ നമ്മളൊക്കെ നമ്മളെ ദുആയിൽ പോലും ആരാണ്? മുനാഫിഖ്. പറയണ മോനെ, നമ്മളെ ദുആയിൽ പോലും നമ്മൾ ആരാ? അവസാനം ഇപ്പൊ ഇസ്തിഗ്ഫാർ ചെയ്യുക, അതിലും മുനാഫിഖ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും വലിയ ഇസ്തിഗ്ഫാറാണ് ഏത്? ഈ ഇസ്തിഗ്ഫാർ. എല്ലാ നിഫാഖും ഒഴിവാക്കി ചെയ്യണമാണല്ലോ എന്ത്? ഇസ്തിഗ്ഫാർ. അതിലും നമ്മൾ ആരാ? മുനാഫിഖ്. വെറുതെ വർത്താനമാണ്. വേറൊരുത്തനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഓളത്തേക്ക് മര്യാദയ്ക്ക് വരൂല, എന്നിട്ട് വേറൊരുത്തനെ പ്രേമിച്ച് ഓളെ തോളിൽ കൈയിട്ട് വരുന്നതിൻ്റെ നടക്കണതിൻ്റെ ഇടയിൽ വന്നിട്ട് സ്വന്തം ഭാര്യന് നെറ്റിക്കൊരു മുടുത്തി കരളെ തേനെ മാനെ ഇല്ലാതെ എനിക്കില്ല എന്ന് പറയുന്ന നമുക്ക് പോലത്തെ നമുക്ക് നമ്മൾ ഇത്രയേ ഉള്ളൂ. അതിലൊരു ആത്മാർത്ഥമല്ല. മനസ്സിലായില്ലേ? ഇസ്തിഗ്ഫാറിലെ ഏറ്റവും വലിയ ഇസ്തിഗ്ഫാറിലാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ വരെ നമുക്ക് എന്തില്ല? അതിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിയണില്ല. കാരണം നമ്മൾ മുനാഫിക്കാണ്. മുനാഫിക്ക് എവിടെ ചെല്ലണം? പറ ആയത്തോലടാ മുസാഫ് തുറക്കടാ, ആയത്തോലടാ. ഇങ്ങനെ വലിയ പൂലാനായി വിരിക്കല്ലേ ആയത്തോട്. വലവന്നഹും, ഈ മുനാഫിക്കുകൾ, ഏത് മുനാഫിക്കും ഇല്ലമു, അവർ അതിക്രമം ചെയ്തു, അംഫുസഹും, അവർ ഉണ്ടെങ്കിൽ ജൗക, അവരുടെ അങ്ങയുടെ അടുത്ത് വരണം. നബിയുള്ള കാലത്ത് നബിനെ മുന്നിൽ കളയണം. നബി ഇല്ലെങ്കിൽ നബി എവിടെ കൊണ്ടുവരണം? അതിനാണ് നബി ഇവിടെ കയറുക. في الكواكب كالبدور بل باشرف منه يا سيدي خير النبي أنت أمنا أم أبو. അതിൻ്റെ ഞങ്ങളെ ബാപ്പയാണ്, ഞങ്ങളെ അമ്മയാണ്. അന്ത 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 നിങ്ങൾ ഞങ്ങളെ അമ്മയാണ്, ഞങ്ങളെ ബാപ്പയാണ്. മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക, നിങ്ങൾ ചെയ്ത ഉപകാരം അമ്മയും ബാപ്പ ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. അന്ത മുഞ്ചിന ഓതൻ, നാളെ നിങ്ങളാണ് ഞങ്ങളെ രക്ഷപ്പെടുത്ത, അമ്മയും ബാപ്പയല്ല. അറ്റമില്ലാതെ ഞങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട്, നിങ്ങളോട് അതിക്രമം ചെയ്തു. ഇർത്തക്കബുത്തു അല്ലേ? അതിക്രമം ചെയ്തു. എങ്ങനെയാണ്? ഇർത്തക്കബുത്തു അലൽ ഖതാ ലക 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 അഷ്കു. നിങ്ങളോട് അന്യായം പറയാം, നിങ്ങളോട് അന്യായം പറയാം, നിങ്ങളോട് അന്യായം പറയുന്നത് ഖുർആനിലുണ്ട്. നിങ്ങളടുത്ത് വന്ന് അന്യായം പറയുന്നത് ഖുർആനിലുണ്ട്. അതുകൊണ്ടാണ് എന്ത് ലക അഷ്കു, ഈ ആ കുറ്റത്തിലൊക്കെ നിങ്ങളോടൊരു അന്യായം പറയാണ്. നിങ്ങളോട് ഞങ്ങൾ എതിർക്കം ചെയ്തത്, ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം. എല്ലാവരും ദാഹിച്ച് നടക്കുന്ന ആ ദിവസം നിങ്ങളെ ഹൗലുൽ കൗസർ അല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല. അഷഫാഅത്ത് ഹബലന, അഷഫാഅത്ത് ഞങ്ങൾക്ക് തരണം. ഞങ്ങളൊന്നിനും പറ്റാത്തവരാ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇപ്പം ഇവിടെ ആരെ മുന്നിലാണ്? സുൽത്താന മുന്നിലാണ്. സുൽത്താൻ ഇവിടെ ഉണ്ട്.
ജീവിതകാലത്ത് റസൂലുള്ളാഹിന്റെ മുന്നിലെത്തണം. കഴിയുമെങ്കിൽ ഇടയ്ക്ക് റസൂലുള്ളാഹിയുടെ റൗളയിൽ പോയി പറയണം. അവിടെ പറയേണ്ടത്. മക്കത്തിൽ നിന്ന് ഇസ്തിഗ്ഫാർ ദുആത്താണെങ്കിൽ അവിടെ പോയി പറയണം. നിനക്ക് മക്കത്തെത്തി, നീ മദീനത്തെത്താൻ 4 മണിക്കൂർ വന്നു, അല്ലെങ്കിൽ 3 മണിക്കൂർ അല്ലേ, അങ്ങനെ തന്നെയല്ലേ? എന്നിട്ട് അവിടുന്ന് മടങ്ങി ഇസ്തിഗ്ഫാർ പറഞ്ഞു, കഴിഞ്ഞ് നടക്കാനൊക്കെ എവിടെ പോയില്ല. അങ്ങനെ കുറച്ച് മുതലാളിമാരുണ്ട് മദീനത്തിന്. 1 ലക്ഷം റക്അത്തിന് കൂലി, എന്നോ റക്അത്തിന് ചാക്കും കൊണ്ട് കൂലി വാങ്ങാൻ. ഈ ചാക്കും കൂടിയല്ലേ മദീനത്ത് പോകാത്തൊരു, മക്കത്ത് പോയി പോലും മദീനത്ത് പോലും കഴിഞ്ഞു. അതിനാണ് ഖിയാമത്ത് നാൾ അറിയാം. അതൊക്കെ ഖിയാമത്ത് നാളിന് അടയാളം. മദീനത്ത് പോകാതെ മക്കത്ത് പോകൽ ഖിയാമത്ത് നാളിന് അടയാളം. ഒരാൾ മക്കത്ത് പോകാതെ മദീനത്ത് പോയി മടങ്ങിയാൽ അത് മുഅ്മിനീങ്ങളുടെ അടയാളം. അയാൾ തിരക്കണമെങ്കിൽ മതി, കുഴപ്പമൊന്നുമില്ല. മദീനത്ത് മക്കയുണ്ട്, മദീനയുണ്ട്. മക്കത്ത് മക്കയില്ല, മദീനയില്ല. മക്കത്ത് മക്കയില്ല, മദീനയില്ല. മദീനത്ത് മക്കയുണ്ട്, മദീനയുണ്ട്. അതാണ് മദീന. മക്കത്ത് മക്കന്നല്ല, പിന്നീട് മദീന. എൻ്റെ ബാപ്പാൻ്റെ അവിടെ നിന്നല്ല എൻ്റെ റേഷൻ കാർഡ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. എടാ സുഹാബിയെ, എൻ്റെ ബാപ്പാൻ്റെ റേഷൻ കാർഡിലല്ല എൻ്റെ പേര്, വേറെ ബാപ്പാൻ്റെ റേഷൻ കാർഡിൽ. അയാൾ എനിക്കിത് സമ്മതം തന്ന് പോയതുമാണ്, ധൈര്യമായിട്ട് പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞത്? മക്കത്ത് മക്കയുമില്ല, മദീനയുമില്ല. മദീനത്ത് പോയാലേ നിനക്ക് മക്കയാവുള്ളൂ. അതേ സമയത്ത് മദീനത്ത് മദീനയുമുണ്ട്, മക്കയുണ്ട്. മക്കത്ത് പോകൽ ചാക്കും കൊണ്ടാ, മദീനത്ത് പോകൽ നെഞ്ചും കൊണ്ടാ. ആലോചിച്ചു, മക്കത്ത് പോകലടാ ചാക്കും കൊണ്ടാ. എന്തിന്? കൂലിക്ക്. മദീനത്ത് പോകൽ നെഞ്ചുകൊണ്ട്. എൻ്റെ നെഞ്ചിലേക്ക് ആ നബി ഒന്ന് കയറണം. അതാണ് എൻ്റെ ഖൽബ്, അവിടെയാണ് എൻ്റെ ഈമാന്. പറഞ്ഞ മനസ്സിലായോ? സത്യാണോ അല്ലേ? മക്കത്ത് പോകൽ ചാക്കും കൊണ്ട സവാബ് വാങ്ങണം. 1 ലക്ഷത്തിന് ഒരു റക്അത്തിന് 1 ലക്ഷം ചാക്കിലാക്കി. ചാക്കിനാടി പൊളിഞ്ഞു പോയിക്കണം. ചാക്കിനാടിയില്ല, അവിടുന്ന് ഇറങ്ങുന്ന ഇറങ്ങൂല. അപ്പൊ അതിന് പാത്തിലോ അടി പൊളിഞ്ഞ ചാക്ക. 20 റക്അത്ത്, പിന്നെ 11 റക്അത്ത് വിത്ർ, ഖിയാമുൽ ലൈൽ, ഖിയാമുർ റമളാൻ. ഇമാമിങ്ങൾ മാറി മാറി ഇങ്ങനെ വരും. ഇജ്ജ് മാറൂല. അവിടെ തന്നെ കണക്ക് ചാക്ക് കുത്തേച്ചിട്ട് അത് അപ്പോൾ തന്നെ സൂചിയിട്ട് തുന്നി എടുത്തേച്ച് അടുത്ത ചാക്ക്. തുന്നെ എൻ്റെ ചാക്കടാ മുക്കേ മേശറിലെത്തുമ്പോൾ ആ ബാവും മൻസൂറാവും. വിതറപ്പെട്ട ധൂളികളെ പോലെയാവും. അവസാനം അതിലൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? ആ വലിയ കങ്ങ്. പെണ്ണിന് സോക്കടുണ്ടായി. എന്ത് കെട്ടിച്ച പെണ്ണിനൊരു സോക്കടുണ്ടായി. എന്തായി? അപ്പോൾ ഒരു പള്ള വീർത്ത് വന്നു. അപ്പോൾ പെരക്കാരെന്ന് വിചാരിച്ചു നോക്ക്, പള്ളയിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ 7 മാസത്തെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ 9-ാം മാസമായപ്പോൾ ആ കാറ്റങ്ങനെ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ആദ്യം എന്ത് വിചാരിച്ച്? കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ എന്ത് വിചാരിച്ചു? കുട്ടി ഉണ്ടാവും. ഒരു കുട്ടിയില്ല, ചട്ടിയില്ല, തേങ്ങയില്ല, ഒന്നുമില്ല. അതാണ് മൈസറിലെത്തി നമ്മളെ ചാക്ക് കാറ്റ് കഴിഞ്ഞു. പള്ളയിലെ കാറ്റ് നിറഞ്ഞോളെ പേറ്റിനോട്ടി കൊണ്ടുവന്ന മാതിരിയോ നമ്മളെ മൈസറിലെത്തിയാൽ. നിങ്ങളിവിടെ അല്ല. പറഞ്ഞ മനസ്സിലായോ? ഞാൻ നാടനാ. എനിക്ക് നിങ്ങളെ അമേരിക്കയിലെ ഉദാഹരണമൊന്നും കിട്ടൂല. എനിക്ക് നാടൻ ഉദാഹരണം കിട്ടുള്ളൂ. ഞാനൊരു പക്ക. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ തെങ്ങിന് വെള്ളം നനക്കാൻ പോയ ഞാൻ നാടനാ. കർഷകനാ. മൂല്യരുമല്ല, ഖത്തീബല്ല, മുദരിസല്ല, മൂല്യരല്ല, ഒന്നല്ല, കർഷകന. തല കൊടുത്ത് ചിന്തിച്ചോളി. എന്തുകൊണ്ട് നമ്മൾ തുന്നങ്ങനെ കെട്ടി ചാക്ക് അങ്ങനെ ഇട്ടു? അതൊക്കെ ഹബാവ് മൻസൂറായി. കാരണം മക്കത്ത് ഒന്നുമില്ല. മക്കത്ത് മക്കന്നല്ല. മക്ക കിട്ടണമെങ്കിൽ എവിടെ ഉണ്ടാകണം?
മദീനൻ്റെ ആളായ മക്ക കിട്ടും. മക്കത്ത് ജനിച്ചാനല്ലടാ അബൂജഹൽ, ഓന് വല്ല മക്കയും കിട്ടിയോ? ഇപ്പം നീ പറഞ്ഞോളി മക്കയെ കുറ്റം പറഞ്ഞു. എല്ലാ മൂല്യന്മാരും ഞാനിരിക്കണ ഖത്തീബുണ്ട്, എൻ്റെ മുഖത്ത് നോക്കിയാണ്ട് മക്കനെ പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ഞാൻ ഇയാൾക്ക് ഇപ്പം എന്തേ പറ്റിയെന്ന് വെച്ചാൽ ഇത് ഹജ്ജ് മാസമല്ല, നിങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. മക്കനെയും മദീനയും കുറ്റം പറയാൻ പാടില്ല പറഞ്ഞു എൻ്റെ ഖത്തീബ് എന്നെ കുത്തുപോകുക മിമ്പർമ കയറിയിട്ട്. എനിക്കിത് ആദ്യം മനസ്സിലായില്ല. ഇതിപ്പോൾ ഹജ്ജ് മാസമല്ലല്ലോ പഠിച്ചോനെ, പിന്നെന്താണ്? അപ്പം ഇടക്കിടക്ക് ഓരോരുത്തരും ഇന്നെ കണ്ണിട്ട് നോക്ക്. അപ്പം പറഞ്ഞു മനസ്സിലായി, പ്രതി ഞാനാണ്. ഏടാന്തല്ലാത്ത താലിയെ കിട്ടിയ ജാഹിലായ മൂല്യന്മാരെ, പടച്ച തമ്പുരാൻ മൂളൻ്റെ ഉള്ളിൽ ഒന്നും തരാത്ത അന്തം വിട്ട മൂല്യന്മാരെ, തലയെക്കെട്ടിൻ്റെ കനല്ലാതെ ഒന്നും തലയില്ലാത്ത ജാഹിലുകളായ മൂല്യന്മാരെ, എല്ലാ മൂല്യന്മാരും അല്ല, എന്നാൽ തീരെ മൂല്യന്മാരില്ലാന്നും അല്ല, പല ജാതിയും ആ കൂട്ടത്തിലുണ്ടല്ലോ. വെറും തലയെക്കെട്ട് മാത്രം വലിപ്പം കൂട്ടി നടക്കണ ജാഹിലുകളെ, മക്കത്തൊരു കുന്തമല്ല, മദീന ഉണ്ടായാലേ മക്കുള്ളൂ. നബിന് എന്തുണ്ട്? നബിനെന്തുണ്ട്? മക്കത്തുണ്ടായവനാണല്ലോ അബൂജഹൽ. ഓനല്ലോ കിട്ടി നരകത്തിൻ്റെ അടിത്തട്ടല്ലാതെ. എന്തേ ഓൻ എന്തുണ്ടായില്ല? മദീനല്ലടങ്ങായി, മദീന മുഹമ്മദല്ലേ. ഓൻ എന്തുണ്ടായില്ല? മദീന ഉണ്ടായില്ല. ഓൻ മദീനയെ അംഗീകരിച്ചില്ല. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് അതാണ് അവൻ്റെ പ്രശ്നം. അപ്പോൾ അവനൊന്നുമില്ല, നരകത്തിൻ്റെ അടിത്തട്ടിൽ. അവൻ എവിടെ ജനിച്ച്? കാബേന്ന് വിളിച്ചാൽ കേൾക്കണം ദൂരത്ത്. ഓൻ്റെ വാപ്പയും ഓൻ ജനിച്ച ഉടനെ കാബ വന്ന് തവാഫ് ചെയ്തിട്ടുണ്ടാവും, ഓനും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യമില്ല. എന്തേ ഓൻ എന്തില്ല? മദീനല്ല. മദീനല്ലാത്തവന് മക്കല്ല. അള്ളാഹു നമ്മളൊക്കെ തല കൊടുത്തിട്ട് ഇത് ചിന്തിക്കണം. തല കൂടി ചിന്തിക്കണം. ചെറിയ ചിന്ത പോരാ, തല കൂടി ചിന്തിക്കണം. നമ്മളെപ്പോലത്തെ ആളുകൾ നമ്മൾ ആത്മാർത്ഥമായി തന്നെ പറയണം. നബി അങ്ങയോട് അന്യായം പറയാൻ തെറ്റ് ചെയ്തു. എൻ്റെ കുട്ടിക്കാലത്ത് വയസ്സന്മാര് ഈ ബേത്തിയല്ല പിന്നെ പറയും, കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ല കേറി ഞാൻ തങ്ങളോടന്യായമായി സയ്യിദി ഖൈറൻ നബി. റസൂലുള്ളാഹിനോട് പറയും. കാരണം നമ്മൾക്ക് റസൂലുള്ള, നമ്മൾ മുനാഫിക്കാണ്. മുനാഫിക്ക് ആരെടുത്ത് വരണം? റസൂലുള്ളാഹിന്റെ അടുത്ത് വരണം. എന്നാൽ റസൂലുള്ളാഹിനെ കൊടുത്ത് അർപ്പിക്കണം. ഇന്ന് റസൂലുള്ള നമ്മളെ മണ്ണിൻ്റെ മുന്നിലെങ്കിലും റസൂലുള്ള എവിടെ ഉണ്ട്? നമ്മളെ കൽബിലുണ്ടാകണം. അപ്പം നമ്മൾ ആരായി? മുഅ്മിനായി. ഇതുവരെ ആരാ? മുനാഫിക്ക. റസൂലുള്ളാഹിലേക്ക് തിരിഞ്ഞു കരഞ്ഞു. അപ്പം റസൂലുള്ളാഹി അല്ലാഹുവിനോട് പറഞ്ഞു, അപ്പം ഈ എന്ത് ചെയ്യാൻ? ഇന്ന് രാത്രി, ഇന്നിപ്പോൾ 25 ആവല്ലേ, ഇന്ന് രാത്രി പറയേണ്ട പ്രധാനപ്പെട്ട മഗ്‌രിബാനോടുകൂടെ അസറിന് ശേഷവും മഗ്‌രിബിന് ശേഷവും ഇശാന് ശേഷം ഒക്കെ സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി, എൻ്റെ കൈ പിടിക്കണേ, ഖല്ലത ഹിലത്തി അദ്രിക്നി തരണേ. ലോകം കണ്ട പണ്ഡിതയിൽപ്പെട്ട ഒരാളാണ് ഇമാം ബൂസൂരി. മനസ്സിലായി? ആ ബുർദൻ്റെ അവസാനം പറയുന്നുണ്ടല്ലോ, എന്ത് പറയുന്നുണ്ടല്ലോ, എന്ത് ആഖിദം ബിയദി എന്നൊരു വാക്കില്ലേ? എവിടെയാണ് ആ വാക്ക്? ബുർദൻ്റെ അവസാനം വാങ്ങി നിർത്തി നോക്കി. فضلا وإلا فقل يا زلة القدم. ബുർദൻ്റെ അവസാന ഭാഗത്തുണ്ട്, إن ذنبا فما هدي بمنتقلي من النبي ولا حبلي بمنصرمي. ഇന്നാത്തി ദമ്പൻ, ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും, ഇന്നാത്തി ദമ്പൻ ഫമാ ഹദീബി മുന്തഖദി, നബിയും ഞാനും നമ്മളെ കരാറ് മുറിയില്ല. ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, പക്ഷെ നബി ഞാൻ കരാറ് മുറിയില്ല. പിന്നെ നബിയായിട്ടുള്ള കരാറ് മുറിയില്ല. നബി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, കുറ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയറ് പൊട്ടൂല, എൻ്റെ കയറ് പൊട്ടൂല. എന്തുകൊണ്ട്? അള്ളാഹുവിലേക്കുള്ള എൻ്റെ കയറ് പൊട്ടൂല. കാരണം എൻ്റെ കയറിന് തലക്ക നബിയുണ്ട്.
അതിൻ്റെ കഴിയുന്ന ഒരിന്താ ذنبا فما أهدي بمنتقلي من النبي ولا حبلي بمنصرم فإن لي ذمة منه بتسميتي محمدا وهو فالخلق بالذمم فإن لي ذمة എനിക്ക് നബിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവാദിത്തമുണ്ട് മിൻഹു നബിയിൽ നിന്ന് നബിൻ്റെ ഉത്തരവ് ബിതസ്മിയത്തി മുഹമ്മദൻ എൻ്റെ വാപ്പ എനിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചതുകൊണ്ട് നബി എന്നെ അങ്ങനെ പറ്റ ഒഴിവാക്കൂല ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ പൂർത്തിയാക്കി വീട്ടുന്ന ആളാണ് നബി. ഞാൻ മോശമാണ്, പക്ഷെ എൻ്റെ ബാപ്പ എനിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചത് ആരെ ബഹുമാനിച്ചിട്ടാണ്. അപ്പം എൻ്റെ കാര്യത്തിൽ നബിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ മനസ്സിലായി, എൻ്റെ തടിമ ഏത് കാലത്തും ഈ മുഹമ്മദ് എന്ന് പേരുണ്ടല്ലോ. അപ്പം ഞാൻ പറ്റ പൊട്ടൂല, കാരണം എനിക്ക് ആരുണ്ട്, നബിയുണ്ട്. ഞാൻ വെറുതെ മുഹമ്മദ് ആയതല്ല, എൻ്റെ ബാപ്പ ബഹുമാനിച്ച റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് വെച്ച പേരാണ് ബിതസ്മിയത്തി മുഹമ്മദൻ. മുഹമ്മദ് ബിൻ സഈദ് എന്നാണ് അവരുടെ പേര്. ബാപ്പാൻ്റെ പേര് സഈദ്. ഈ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മകനെ മുഹമ്മദ് എന്ന് പേര് വെച്ചു. ആരെ ബഹുമാനിച്ച്? റസൂലുള്ളാഹിനെ ബഹുമാനിച്ച്. ഫൈനലി ദിമ്മത്തൻ മിൻഹു, നബിന്ന് എനിക്കൊരു ഉത്തരവാദിത്തം കിട്ടാനുണ്ട്. ബിതസ്മിയത്തി മുഹമ്മദൻ. റസൂലുള്ളാഹി എനിക്ക്, എൻ്റെ ബാപ്പ എനിക്ക് എന്ത് പേര് വെച്ചു? മുഹമ്മദ്. അപ്പം ഞാൻ മഹ്ശറിൽ അങ്ങനെ കിടക്കണുണ്ട്, നബി പോകൂല. കാരണം മുഹമ്മദ് പേരുള്ള ആളല്ലേ, നബിനെ പേര് ബഹുമാനിച്ച് പേര് വെച്ചതുമാണല്ലോ. പിന്നെ എൻ്റെ ഇവിടെ നബിയായിട്ടുള്ള ബന്ധം മുറിയില്ല. ഞാൻ എപ്പോഴും നബിനെ ഇവിടെ വെച്ചിരിക്കണ്, കുറ്റമൊക്കെ ചെയ്തിരിക്കണ്. ഇനാത്തിതമ്പൻ, ഞാൻ കുറ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ കുറ്റമൊക്കെ കൊണ്ടുവന്നവനാണ്. എന്നാലും ഫമാ ഹദീബി മുന്തഖ്ലി, എൻ്റെ കരാർ പൊട്ടൂല, മുറിയില്ല. മിനൻ നബി, നബിയോടുള്ള കരാർ മുറിയില്ല. ഒലാ ഹബിലി ബി മുൻസരിം, എൻ്റെ കയറ് പൊട്ടൂല. കാരണം എൻ്റെ കൽബിൽ എപ്പോഴും ആരുണ്ട്? റസൂലുണ്ട്. പിന്നെ എൻ്റെ മുകളിലും റസൂൽ, എൻ്റെ തടിൻ്റെ മേലെ മുഹമ്മദ് എന്ന് പേരുണ്ട്, എൻ്റെ കൽബ് റസൂലുണ്ട്. അപ്പോൾ കുറ്റം ചെയ്താൽ വലിയ പേടിയൊന്നുമില്ല. മുന്നിൽ ആരുണ്ട്? റസൂലുണ്ട്. അവിടുന്ന് പൊട്ടിയെങ്കിലേ ഉള്ളൂ. നബിനെ പൊട്ടിച്ച ഒഴിവാകും, അല്ലെങ്കിൽ പൊട്ടില്ല. എങ്ങനെയുണ്ട് വർത്താനം? 800 കൊല്ലം മുമ്പ് എഴുതിച്ചാണ്. എന്നിട്ട് ഇന്നിപ്പോൾ കുറച്ചാളുകൾ പറയാം ആ ശിർക്കാണ്, പോയി പണിയൊക്കെ അങ്ങനെ. എന്നെ നോക്കിയില്ല, ഞങ്ങൾ നന്നായത്. ഞങ്ങൾ ഇത്ര സുള്ള സാഹിബികൾ, താപ്യങ്ങൾ, ഓരൊക്കെ നരകത്ത് പോകുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുമ്പ് പോകണം. എന്താ എന്ത് ഒസാലിമാമും മുസൂരിമാമും ഇബ്നു അത്താഉൽ സിക്കന്ദരി തങ്ങളെ മുരീദാണ് അവർ. അവരെ ഷെയ്ഖ് ഉമാൻ അബുൽ ഹസൻ ഷാദുലിയാണ് റളിയല്ലാഹു അൻഹു. അവർ മൊയ്തീൻ ഷേഖിനേക്കാൾ വലിയ ആളാണെന്ന് അഭിപ്രായപ്പെട്ട ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും വലിയ ആളാണ് ഒരു ഉസ്താദ്. ഇവരൊക്കെ നരകത്ത് പോവുകയാണ്. അപ്പം അതൊക്കെ ചെയ്ത് വെച്ച് നബിനൊക്കെ കണക്കാക്കി പോവുകയാണ് മൈസറിക്ക്. ഓലൊക്കെ നരകത്ത് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ നരകത്തിലല്ലോ സുഖം ഉണ്ടാകുക. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളിത് ഒറ്റക്ക് ഉണ്ടാക്കി, നമ്മളിപ്പോൾ നബിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി പോകുന്നതല്ലല്ലോ, ഇത് ഇങ്ങനെ വന്നതല്ലേ, അവർക്കുള്ളതല്ലേ നമുക്കുണ്ടാണ്ടുള്ളൂ. ആ സ്വാലിഹ്യങ്ങൾ, അത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്വാലിഹ്യങ്ങളാണ് ലോകം മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവരെ പറ്റി. ഇപ്പോൾ കണ്യത്ത് നരകത്ത് പോകുകയാണെങ്കിൽ എനിക്ക് സുഖമല്ലേ, കണ്യത്ത് ചെയ്ത പണി ചെയ്തു. പിന്നെ പോവുകയാണെങ്കിൽ ഇനി നമുക്ക് എന്താ, നമുക്ക് വലിയ ആൾ കണ്യത്തിനെ പോലത്തെ ഒരു ആലിമ ആസമാനില്ല എല്ലാവരോടും അംഗീകരിച്ചല്ലേ. കണ്യത്തിനെ പോലത്തെ ആലിമ്യങ്ങൾ ഓരോ കാലത്ത് പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണം, ഖുർആൻ പറഞ്ഞതുമല്ലേ. നമ്മൾ കണ്യത്ത് ചെയ്തു. നമ്മൾ അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹ് പറഞ്ഞു അത് കണ്യത്ത് കാട്ടിയിരുന്നു. ഞങ്ങൾ മങ്കൂസ് മോദിയോ കണ്യത്ത് ഊതിയിരുന്നു. കണ്യത്ത് ഖുർആനിൽ പറഞ്ഞില്ലേ, നിങ്ങളെ ആലിമ്യങ്ങൾ പറഞ്ഞു. ഞങ്ങളെ നാട്ടിൽ വലിയ ആലിമാരായിരുന്നു, കണ്യത്തായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ വലിയ സ്വാലിഹ്യങ്ങൾ, പൂക്കത്തങ്ങൾ, ബാഫക്കത്തങ്ങളൊക്കെ ആയിരുന്നു. ഒക്കെ ഞങ്ങളോട് കാട്ടി. ഇനി എന്തേ എന്നാൽ ഓരോരുത്തരും അതന്നെയല്ലേ സുഖം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതൊക്കെ തല കൊടുക്കണം. അതൊന്നും പറയാനല്ല, അന്ന് ഇതിൻ്റെ അപ്പുറം പറയാം. പക്ഷേ പറഞ്ഞിത്രേ ആയുള്ളൂ, ഒരു കൊല്ലം പറഞ്ഞാൽ തീരൂല. അത്ര വിഷയമുണ്ട്. റമദാനുൽ മുഹമ്മദിയ ഭയങ്കര. നമ്മളിപ്പോൾ തൗബ ചെയ്യാൻ ദ്വാരക്കാൻ ഒരുങ്ങുക, ദ്വാരക്ക് മുന്നിൽ ആര് വേണം? റസൂലാണ്. ഞാൻ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ സമർപ്പിച്ചു, എന്നിട്ട് ഞാൻ നബിയെ അറിയിച്ചു ഞാൻ ദ്വാരക്കാൻ പോവുകയാണ്. അപ്പോൾ നബിയിലൂടെ അതാണ് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി. ഇനിയിപ്പോൾ 2, നമ്മളൊക്കെ മുനാഫിക്കുകളാണ്. ഞാൻ മുനാഫിക്കല്ലാത്ത കുറ്റം ഞാൻ നാളെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. മുനാഫിക്കിൻ്റെ കുറ്റാണ് നബി പറഞ്ഞത്. ഒരു അന്നഹും, ഈ മുനാഫിക്കുകൾ വലമു, അവർ അതിക്രമം ചെയ്തു, അംഫുസവും, അവരോട് തന്നെ അവർ മുഅ്മിനല്ലാതെ മുഅ്മിനാന്ന് പറഞ്ഞു. നമ്മളൊക്കെ തന്നെ. എങ്കിൽ ജാവൂക്ക, ആരെടുത്ത് വരണം?
നബി അങ്ങയുടെ അടുത്ത് വരണം. എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹിനോട് പൊട്ടിക്കരയണം. അല്ലാ, ഞാൻ എൻ്റെ നബിനെയും ചതിച്ചല്ലോ എന്ന് പറയണം. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അപ്പോൾ റസൂലും പൊറുക്കലിനെ തേടും. ആർക്ക്? ഇവർക്ക് വേണ്ടി. ലവജദുല്ലാഹ, അപ്പോൾ അവർ അള്ളാഹുവിനെ എത്തിക്കും തൗവാബൻ, തൗബ സ്വീകരിച്ചവനായിട്ട്. അപ്പം നബിനെ ഒഴിവാക്കിയാലോ? പറേ, നബിനെ ഒഴിവാക്കിയ ഇസ്തിഗ്ഫാർ അല്ല, തൗബയല്ല. നബിനെ കൊണ്ടുവന്നാൽ അതേ തൗബയുള്ളൂ. ഈ നബിനോടാണ് പറഞ്ഞു, നബി എങ്ങനെ നോക്കിക്കോളിൻ്റെ കാര്യം പോക്കാണ്. അതാ മുൻഗാമികൾ പറഞ്ഞത്. നബിന്റെ കാര്യം നോക്കണേ. നബി ആരാ? മനസ്സിലായില്ലേ? അള്ളാന്റെ അംബാസഡർ അല്ലേ? അള്ളാന്റെ കാര്യം നോക്കണ ആളല്ലേ? അള്ളാഹുവിന് ഭൂമിയിൽ നടക്കണ കാര്യങ്ങളും നോക്കേണ്ട ആളാണ് ആര്? പറയാ ഹബീബായ റസൂലുള്ളാഹ്. അപ്പൊ നബിയിലേക്ക് തിരിഞ്ഞാൽ ആരിലേക്കാ തിരിഞ്ഞത്? അള്ളാഹുലേക്ക് തന്നെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം. തിരിഞ്ഞിട്ടില്ല, നമുക്ക് വഹിക്കാൻ കഴിയുന്ന പരമാവധി പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ വ്യാഖ്യാനമൊക്കെ കൂട്ടിയാൽ ശനിയാഴ്ച പറഞ്ഞുതരാം, ഞായറാഴ്ച വേറെന്ന് പറഞ്ഞുതരാം. ഞായറാഴ്ച ഇവിടെ തീരും. വെള്ളിയാഴ്ച 4 അള്ളാഹ് ക്ലാസ്സാണ്. ശനി ഞായർ 2 ക്ലാസ് എല്ലാവരും പങ്കെടുക്കണം. ഞായറാഴ്ച ആളുകളെ കൂട്ടി വരണം. എല്ലാവർക്കും നബിയെ മനസ്സിലാകണം. നബിയെ മനസ്സിലായ ഈ കൊല്ലത്ത് റമളാൻ മുതലായി. മുഹമ്മദിയത്തിൻ്റെ റമളാൻ അതാണ് ഇതിൽ നിറഞ്ഞെടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇസ്തിഗ്ഫാറിന് ഒരുങ്ങിക്കഴിഞ്ഞ് തൗബ ചെയ്യണം. ഇപ്പം എല്ലാവർക്കും വാട്സപ്പിലൊക്കെ വിടാൻ തുടങ്ങി. എന്ത്? തൗബ. 2 തൗബയുണ്ട്. ശരീഅത്തിലെ തൗബയുണ്ട്, തരീഖത്തിലെ തൗബയുണ്ട്. ഫുഖഹാക്കൾ മേലോടം പറയുന്ന തൗബയുണ്ട്. കുറ്റത്തിൽ നിന്ന് ഒഴിവാവുക, കുറ്റത്തിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിക്കുക, കുറ്റം ചെയ്ത് ഖേദിക്കുക, അന്യൻ്റെ ഹക്കാണെങ്കിൽ അതിനെ പൊരുത്തപ്പെടിക്കുക. അതേ സമയത്ത് ഖുർആനിൽ പറഞ്ഞ തൗബക്ക് എവിടെയും എത്തണം? നബിൻ്റെ അടുത്തെത്തണം. ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ആരുടെ അടുത്തേക്ക് പോകണം? നബിൻ്റെ അടുത്ത് പോകണം. നബിൻ്റെ അടുത്ത് കിടന്നു അവിടെ കാര്യ. ശനിയാഴ്ച നമുക്ക് പാറപ്പള്ളി സിയാറത്തിൻ്റെ ആസർ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ്. എന്ത്? ഹബീബ റസൂലുള്ളാഹിന്റെ സ്വഹാബിയാണ് ആര്? തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അപ്പം നമുക്ക് പോകാവുന്ന മദീനത്ത് കൊല്ലം കഴിവില്ല. നമ്മൾ റസൂലുള്ളാഹി സ്വഹാബിൻ്റെ അടുത്ത് പോയി പറയാം. സ്വഹാബി തന്നെ. നോമ്പിന് കഴിയില്ല, നോമ്പ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ്. പാറപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി റസൂലുള്ളാഹിന്റെ പ്രഗൽഭ സ്വഹാബി, ബദൽ പങ്കെടുത്ത സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. അവരെ ദറജയേറ്റി കൊടുക്കട്ടെ. അത്ര തന്നെ. ഇതിൻ്റെ വ്യാഖ്യാനമുണ്ട്. ഇതിൻ്റെ അപ്പുറമാണ് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് 100 ദിവസം റമളാനിലേ പറയുള്ളൂ. റമളാനുൽ മുഹമ്മദിയ അടുത്ത റമളാനിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ അപ്പുറം തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങളും അടുത്ത റമളാനിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ കൽബിൽ വെച്ചിട്ടില്ലെങ്കിൽ നിനക്ക് റമളാനല്ല, ദുആയല്ല, തൗബയല്ല, ഇസ്തിഗ്ഫാറല്ല, ഒന്നുമല്ല. നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ കാര്യമൊക്കെ ആരെ കയ്യിലാണ്? റസൂലുള്ളാഹിന്റെ. എല്ലാം ഞാൻ വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ കാണിച്ചു തരാം. എൻ്റെ വകയല്ല. എൻ്റെ കാര്യമൊക്കെ നബിൻ്റെ കയ്യിലാണെന്ന് പണ്ഡിതന്മാർ പറയണത് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് കാണിച്ചു തരാം. നബിയെ കാണാത്ത പണ്ഡിതന്മാർ, റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ മാത്രമല്ല, ഇന്നത്തെ അടുത്ത കാലത്ത് 10, 500, 600, 700, 800 കൊല്ലത്തിന് 1000 കൊല്ലത്തിനിടയിലൊക്കെ വന്ന പണ്ഡിതന്മാർ എഴുതി വെച്ച് നബിയിലേക്ക് തിരിഞ്ഞോ എന്നാലേ ഇത് രക്ഷപ്പെടുള്ളൂ. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. الذين أنعمت عليهم غير المغضوب عليهم. പ്രഷർ, ഗ്യാസ് ട്രബിൾ മാറാൻ ദുആ ചെയ്യണം സഹോദരി. സൂഫി ക്ലാസ്സിലേക്ക് 2000 രൂപ. അല്ലാഹ് ആ പ്രഷറും ഗ്യാസ് ട്രബിളും ഒക്കെ അവർക്ക് ഷിഫയാക്കി കൊടുക്കണമേ റബ്ബേ. അതൊക്കെ അവർക്ക് ഷിഫയാക്കി കൊടുക്കണമേ റബ്ബേ. ഇതെല്ലാം അവർക്ക് ഷിഫയാക്കി കൊടുക്കണമേ റബ്ബേ. ഷിഫയാക്കി കൊടുക്കണമേ റബ്ബേ. ആമീൻ ആമീൻ ആമീൻ.
മരിച്ച ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരാൾ 50,000 രൂപ, മരിച്ച ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ദാറുൽ ഖുർആനിലേക്ക് 50,000 രൂപ. അല്ലാഹുവേ ആ ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ, മർഹമത്ത് നൽകണമേ റബ്ബേ, ഫിർദൗസിലെ ആയിലെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ദീനിൻ്റെ ഒരു ഖാദിമായ MC കൈതക്കാട് MC എന്നൊരു ആൾ ഇന്നലെ ഞാനൊക്കെ എന്നെ വിളിച്ച് ദുആ ഇറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീനിൻ്റെ ഖാദിമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച കുറവാണ്. ബോംബെയിൽ അദ്ദേഹത്തിന് ഏർപ്പാടുണ്ട്. അദ്ദേഹം ദീനിൻ്റെ ഖാദിമാണ്. അദ്ദേഹത്തിന് കണ്ണിൻ്റെ കാഴ്ച കുറവാണ്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ. അദ്ദേഹത്തിന് ഷിഫ നൽകണമേ റബ്ബേ. MCക്ക് ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ. വേറെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ഖൈറിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ, ഖൈറിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. ആമീൻ 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 റഹ്മത്തിക യാ റഹ്മർ റഹീം. ചവക്കാടുള്ള ഒരു സഹോദരൻ ആണ് ഇദ്ദേഹം. ഉമ്മാക്ക് വേണ്ടി ഉമ്മാൻ്റെ സ്വർണ്ണം വിറ്റ പൈസയാണ് ദാറുൽ ഖുർആനിലേക്ക് 50,000 രൂപ എന്നത്. ആ ഉമ്മാക്ക് മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ, മർഹമത്ത് നൽകണമേ റബ്ബേ, ഫിർദൗസിൻ്റെ വാതിൽ ആ ഉമ്മാക്ക് തുറന്നു കൊടുക്കണമേ റബ്ബേ. ആമീൻ. എല്ലാം നീ ഖൈറിലാക്കി തരണമേ റബ്ബേ. ആമീൻ റഹ്മത്തിക യാ റഹ്മർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا وشفيعنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام. റബ്ബേ പഠിച്ചവനെ ഞങ്ങളെ സ്വീകരിക്കണമേ, ദുആനെ സ്വീകരിക്കണം. മുത്ത് മുഹമ്മദ് മുസ്തഫാനെ കൽബിൽ വെച്ചേരണമേ റബ്ബേ. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ നോട്ടം ഞങ്ങളെ കൽബിലേക്ക് നൽകണമേ റബ്ബേ. ഈ 22-ാവ് ഈ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ഞങ്ങൾക്ക് മുതലാകണമേ റബ്ബേ. ഞങ്ങളെല്ലാ ഇസ്തിഗ്ഫാറും കബൂലാക്കി മുത്തുനബിനെ മുന്നിൽ വെച്ച് മുത്തുനബിക്ക് മൗലൂദോടി മുത്തുനബിൻ്റെ സ്വലാത്തില്ലേ മുത്തുനബിനോടും പറഞ്ഞ് അള്ളാഹ് നിനക്ക് ഇബാദത്ത് ചെയ്ത് മുത്തുനബിയെ മുന്നിൽ വെച്ച് നിന്നോട് തേടി രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ഞങ്ങളൊക്കെ മുനാഫിക്കുകളാണ്. ഈ രാത്രി നബിൻ്റെ അടുത്ത് വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം. മുനാഫിക്കുകളാണ് കുറച്ച്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അടുത്ത് ഈ രാത്രി വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം. ആ ഹബീബിനെ ഞങ്ങളെ കൽബിൽ വെക്കാൻ തൗഫീഖ് തരണമേ റബ്ബേ. കാരണം ഞങ്ങളെ എല്ലാ ദോഷവും ഈ രാത്രി പുറത്തു തരണമേ റബ്ബേ. ഈ രാത്രിയിലേക്കും പിന്നെയുള്ള രാത്രികളിലേക്കും ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തിൻ്റെ പൊരുത്തവും തരണമേ റബ്ബേ. എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും രക്ഷപ്പെടുത്തി റസൂലുള്ളാഹിൻ്റെ ആളുകളാക്കണമേ റബ്ബേ. എല്ലാ റസൂലുള്ളാഹിൻ്റെ ആളും അള്ളാഹിൻ്റെ ആളാണ്. എല്ലാ അള്ളാഹിൻ്റെ ഒറിജിനൽ ആളാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ആളാണ്. റസൂലുള്ളാഹിൻ്റെ ആൾ അള്ളാഹിൻ്റെ ആളാണ്. അല്ലാത്തവരും അള്ളാഹിൻ്റെ പേര് പറയുന്ന റസൂലുള്ളാഹിൻ്റെ ആളല്ലാത്തവൻ അള്ളാഹിൻ്റെ ആളാവൂല. നീ ഞങ്ങളെ റസൂലുള്ളാഹിൻ്റെ ആളാക്കണമേ റബ്ബേ. അതുവഴി നിൻ്റെ ആളുമാക്കണമേ റബ്ബേ. അള്ളാഹ് നിൻ്റെ ഹബീബിന് പ്രത്യേക വസീലത്ത് ഫളീലത്ത് നൽകണം. നിൻ്റെ ഹബീബ് ഞങ്ങളെ കയ്യെ പിടിക്കണമേ റബ്ബേ. ഹബീബ് ഞങ്ങളെ കയ്യെ പിടിക്കണം. നീ ഹബീബ് പൊരുത്തപ്പെട്ടവരെ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ഫാത്തിമ ബീവിയുടെ ദറജയേറ്റി കൊടുക്കണമേ റബ്ബേ. അവിടുത്തെ മക്കളുടെയും മുഹബ്ബീങ്ങളെയും ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഫാത്തിമാവിൻ്റെ ഹക്കുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം. അലി റളിയല്ലാഹുവിൻ്റെ ഹക്കുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഹക്കുകൊണ്ട്, സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഹക്കുകൊണ്ട്, ഉമർ ഖത്താബിൻ്റെ ഹക്കുകൊണ്ട്, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഹക്കുകൊണ്ട്, സഹാബത്തിൻ്റെ ഹക്കുകൊണ്ട്, മുആവിയ തങ്ങളുടെ ഹക്കുകൊണ്ട് പറയടാ ആമീൻ. മഹാനായ സയ്യിദുനാ മുആവിയ റളിയല്ലാഹുവിൻ്റെ ഹക്കുകൊണ്ട്, റസൂലുള്ളാഹിൻ്റെ സഹാബിയായ അബൂ സുഫിയാൻ റളിയല്ലാഹുവിൻ്റെ ഹക്കുകൊണ്ട്, മുആവിയ റളിയല്ലാഹുവിൻ്റെ ഹക്കുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. ഞങ്ങളൊക്കെ അവരെ കൂട്ടത്തിലാക്കി തരണമേ റബ്ബേ. നാളെ ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. അവരെ കൂട്ടത്തിലാക്കി രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ برحمتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. ഈ കൂട്ടത്തിൽ കൂടി എല്ലാവർക്കും പുറത്തു തരണമേ റബ്ബേ. ഈ മജ്‌ലിസ് കേൾക്കുന്ന ഇനി ഇന്ന് രാത്രിയോ നാളെ രാത്രിയോ ദിവസങ്ങൾ
എല്ലാവർക്കും പൂർത്തിയാക്കണമേ റബ്ബേ. ദാറുൽ ഖുർആൻ എല്ലാവരും സഹായിക്കണേ, എല്ലാവരും സഹായിക്കണേ. 1000 ഉള്ളവർ 1000, 2000 2000, 10000 ഉള്ള 10000, 5000 ഉള്ള 5000. എല്ലാവരും ദാറുൽ ഖുർആൻ സഹായിക്കണേ, ദാറുൽ ഖുർആൻ സഹായിക്കണേ. എല്ലാവരും ഒരു ബക്കറ്റ് പിരിവ്, ഇത് കേൾക്കുന്നവർ ഒരു ദാറുൽ ഖുർആൻ്റെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും പൈസ അയച്ചു തരണേ. ഒരു ബക്കറ്റ് പിരിവ് എന്ന നിലക്ക് അങ്ങനെയും അല്ലാത്ത നിലക്കൊക്കെ ദാറുൽ ഖുർആൻ സഹായിക്കണേ. എല്ലാവർക്കും അള്ളാഹു തആല പൂർത്തിയാക്കട്ടെ, എല്ലാവരും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എനിക്ക് വേണ്ടി, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി, എൻ്റെ അമ്മായിമാക്കും വേണ്ടി ഒക്കെ ദുആ ചെയ്യണേ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.